ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഏറെ സ്നേഹിക്കുന്ന പരിമല സെമിനാരിയുടെ അസിസ്റ്റന്റ് മാനേജർ മത്തായിക്കുട്ടി അച്ഛൻ, മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തിൻ്റെ ചുമതലക്കാരൻ മാത്യു സക്കറിയ അച്ഛൻ, ഗായക സംഘ അംഗങ്ങൾ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിറഞ്ഞ സന്തോഷത്തോടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ 7 വർഷം മുമ്പ് ഞാനിവിടെ അതിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അതിനുശേഷവും പരിമല സെമിനാരിയിൽ പല പ്രാവശ്യം വന്ന സമയത്തും നിങ്ങൾ പലരെ കാണുവാനും തിരുവചന ചിന്തകൾ ഒരുമിച്ച് പങ്കിടുവാനും ദൈവം തമ്പുരാൻ നമുക്ക് അവസരം തന്നു. ഒരിക്കൽ കൂടെ ഇവിടെ നിൽക്കുവാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. ആമുഖ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അതിനിർണായക പങ്കുവഹിച്ച ശ്രേഷ്ഠ വ്യക്തിത്വമാണ് മഹാത്മജി. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തോട് പറയുകയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അഹിംസയിലൂന്നിയ സമര പരിപാടികൾ സംഘടിപ്പിക്കുകയും അവസാന തുള്ളി രക്തം വരെയും രാജ്യത്തിന് വേണ്ടി ഒഴുക്കുകയും ചെയ്ത ആ ധീര ദേശാഭിമാനിയെ പറ്റി ഓർക്കുമ്പോൾ ഇന്നും നമ്മുടെ കണ്ണുകൾ ഈറനണിയുന്നുവെങ്കിലും ആ ജീവിതത്തിൻ്റെ മുൻപിൽ നാം ആവേശഭരിതരാകുന്നു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ അവരുടെ വിമോചന സംഭവത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു മഹത് വ്യക്തിയുണ്ട്, പ്രവാചക ശ്രേഷ്ഠനായ മോശ. തൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും സമർപ്പണവും ജീവിതവുമെല്ലാം ഇസ്രായേലിൻ്റെ വിമോചനത്തിന് വേണ്ടി മാത്രം ഒഴിച്ചു വച്ചൊരു മനുഷ്യൻ. അതിനുവേണ്ടി താൻ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ത്യാഗങ്ങളും തിക്താനുഭവങ്ങളും എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. തൻ്റെ സ്വകാര്യ സന്തോഷങ്ങളും ഭൗതിക നേട്ടങ്ങളും അതിനായിട്ട് പൂർണ്ണമായി മാറ്റിവെച്ചവനാണ് പ്രവാചക ശ്രേഷ്ഠനായ മോശ. അതുകൊണ്ട് യഹൂദന്മാർക്ക് ഇന്നും യാഹുവേ കഴിഞ്ഞാൽ എല്ലാം മോശയാണ്, മോശയുടെ പ്രമാണങ്ങളാണ്. മോശയെ പറ്റി ഓർക്കുമ്പോൾ ഇന്നും യഹൂദന്മാർ ആവേശഭരിതരാകുന്നു, ആഹ്ലാദ പുളകിതരാകുന്നു. തിരുവചനത്തിൽ മോശയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങിയിട്ടില്ല, ദേഹബലം ക്ഷയിച്ചിട്ടില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങിയിട്ടില്ല, ദേഹബലം ക്ഷയിച്ചിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പരാമർശം പടുവൃദ്ധനായ ഒരു മനുഷ്യന് ജീവിത അന്ത്യസമയത്തും ശാരീരിക ക്ഷീണമോ കണ്ണിൻ്റെ കാഴ്ചയോ ഒട്ടും ബാധിച്ചില്ല എന്നുള്ളതല്ല. അതിനപ്പുറമായി 120 വയസ്സിന് അടുത്ത സമയത്തും തൻ്റെ അന്ത്യം വരെയും ഒരു ആധ്യാത്മിക മൈക്കരുത്തോട്, ഒരു ആധ്യാത്മിക ദർശനത്തോട് ജീവിച്ച മനുഷ്യനെന്നാണ്. പഞ്ചഗ്രന്ഥങ്ങൾ പരമ്പരാഗതമായി മോശ എഴുതിയെന്നാണ് വിശ്വസിക്കുന്നത്. പെട്ടെന്നൊരു സംശയം തോന്നും, ആവർത്തന പുസ്തകത്തിൽ മോശ മരിക്കുന്നത് മോശ എങ്ങനെ എഴുതിയെന്ന്. വേദപുസ്തക പഠിതാക്കൾക്കെല്ലാം അറിയാം, മോശയുടെ കുറിപ്പുകളോടൊപ്പം കാലാകാലങ്ങളിൽ അനേകർ കൂട്ടിച്ചേർത്തതാണ് പഞ്ചഗ്രന്ഥം. അങ്ങനെയെങ്കിൽ ദൈവ നിശ്ചയപ്രകാരം എഴുതപ്പെട്ടതാണിത്. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സ്, അവന്റെ കണ്ണും മങ്ങിയിട്ടില്ല, ദേഹബലം ക്ഷയിച്ചിട്ടില്ല. ഒരു ഭൗതിക ശക്തിക്കപ്പുറമായി, ഒരു ഭൗതിക കാഴ്ചയ്ക്കപ്പുറമായി ജീവിത അന്ത്യം വരെയും ആധ്യാത്മിക തേജസ്സോടെ, ആധ്യാത്മിക ദർശനത്തോടെ ജീവിച്ച ഒരു അപാര മനുഷ്യൻ. അതാണ് പ്രവാചക ശ്രേഷ്ഠനായ മോശ. വേദപുസ്തകം പറയുന്നു മോശയ്ക്ക് 120 വയസ്സാണ് ആയുസ് എന്ന്. മോശയുടെ ജീവിത കാലഘട്ടം പരിശോധിക്കുമ്പോൾ അതിന് 3 ഘട്ടങ്ങളുണ്ട്. 40 വർഷം വീതമുള്ള 3 ഘട്ടങ്ങൾ. ആദ്യത്തെ ഘട്ടം 1 മുതൽ 40 വർഷം വരെയുള്ള കാലഘട്ടം.
ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനായി സസുഖം മോശ വാണ കാലഘട്ടം. രണ്ടാം ഘട്ടം 41 മുതൽ 80 വർഷം വരെ. ഒരു ഈജിപ്ഷ്യനെ അടിച്ചു വന്നതുകൊണ്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി മിദ്യാൻ മരുഭൂമിയിൽ അമ്മായിപ്പനായി യിത്രോവിന്റെ ആടുമാടുകളെ മേയിച്ച് ഊടാടി സഞ്ചരിക്കുന്ന കാലഘട്ടം. അതിന്റെ അവസാനം ദൈവ പർവ്വതമായ ഹോറേബിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ദൈവദർശനം മോശയ്ക്കുണ്ടാകുന്നു. മൂന്നാം കാലഘട്ടം 81 വയസ്സ് മുതൽ 120 വയസ്സ് വരെയുള്ള കാലഘട്ടം. ദൈവ ദർശനത്തിലൂടെ മിസ്രൈമിൽ നിന്ന് ഇസ്രയേലിനെ നയിക്കേണ്ടതാണെന്നുള്ള ഒരു ബോധ്യം മോശയ്ക്ക് ഉണ്ടാകുകയും അങ്ങനെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവജനമായ ഇസ്രയേലിനെ അതിസാഹസികമായി പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മൂന്നാം കാലഘട്ടം. ആദ്യത്തെ 2 കാലഘട്ടം വേദപുസ്തകത്തിൽ കേവലം 2 അധ്യായത്തിൽ മാത്രമേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങൾ. എന്നാൽ മൂന്നാം കാലഘട്ടം വേദപുസ്തകത്തിലെ 4 പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അത് മാത്രമല്ല, തുടർന്നുള്ള മിക്കവാറും പുസ്തകങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ മോശയെ പറ്റി പരാമർശിച്ചിരിക്കുന്നു. ഒരു ദീർഘമായ 2 കാലഘട്ടം, 1 മുതൽ 40 വരെ, 41 മുതൽ 80 വരെയുള്ള കാലഘട്ടം 2 അധ്യായങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുമ്പോൾ പിന്നീടുള്ള 40 വർഷം ഏറെ സംഭവബഹുലമായിരുന്നു. 4 പുസ്തകങ്ങളിൽ മാത്രമല്ല, പിന്നീടുള്ള വേദപുസ്തക ഗ്രന്ഥങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പരാമർശിക്കപ്പെടുകയും ചെയ്യുന്നു. ആദ്യ 2 കാലഘട്ടത്തിൽ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് മോശയെ കാണുന്നത്. എടുത്തു പറയാൻ ഒന്നുമില്ല. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പേടിത്തൊണ്ടനെന്ന്. കൊട്ടാരം വിട്ട് ഓടിപ്പോകുന്ന മോശയെ നമുക്ക് കാണുന്നുണ്ട്. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, പേടിത്തൊണ്ടനായ ഒരു മനുഷ്യൻ. എന്നാൽ മൂന്നാം ഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അസാധാരണമായ വ്യക്തിത്വത്തിന് ഉടമയായി മാറുന്നു. കർമ്മധീരതയോട് പ്രവർത്തിക്കുന്നു. അതിസാഹസികമായി ഇസ്രയേലിനെ നയിക്കുന്നു. ഇസ്രയേലിന്റെ വിടുതലിന് വേണ്ടി അപകടകരമായി പ്രവർത്തിക്കാൻ പോലും സന്നദ്ധനാകുന്നു. സുധീരമായ നേതൃത്വത്തിന്റെ, അസാധാരണമായ വ്യക്തിത്വത്തിന്റെ കാലഘട്ടം. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ആദ്യ 2 ഘട്ടങ്ങളിൽ ഒരു സാധാരണക്കാരൻ എന്തേ ഇങ്ങനെ പെട്ടെന്ന് അസാധാരണ വ്യക്തിത്വമായി മാറി, സജീവമായ നേതൃത്വത്തിന് ഉടമയായി മാറി, കർമ്മശേഷിയുടെ വ്യക്താവായി മാറി, അതിസാഹസികനായി ഇസ്രയേലിന്റെ വിടുതലിന് വേണ്ടി എന്തേ പ്രവർത്തിക്കുന്നു? വേദപുസ്തക ഭാഗങ്ങൾ പരിശോധിച്ചാൽ അറിയാം, മോശയുടെ ജീവിതത്തിന്റെ 2ാം കാലഘട്ടത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ മോശയ്ക്കൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. ഒരു ദൈവ ഇടപെടൽ. 1, 2, 3 നിമിഷങ്ങൾ താൻ അനുഭവിച്ച ദൈവത്തിന്റെ ഇടപെടൽ അത് മോശയെ മാറ്റിമറിക്കുകയാണ്. അത് സുപരിചിതമാണ് നിങ്ങൾക്ക്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നു, അമ്മായിയപ്പനായ യിത്രോവിന്റെ ആടുമാടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറമായ ദൈവ പർവ്വതത്തിന്റെ അടുക്കിലേക്ക് മോശ ചെല്ലുന്നു. മോശ ഒരു കാഴ്ച കണ്ടു. ദൈവം മുൾപ്പടർപ്പിലേക്ക് ഇറങ്ങി വരുന്നു. മുൾപ്പടർപ്പ് കത്തുന്നു, ദഹിച്ചു പോകുന്നില്ല. ഈ അസാധാരണമായ കാഴ്ച എന്താണെന്നറിയാൻ മോശ അങ്ങോട്ട് ചെല്ലുമ്പോൾ മുൾപ്പടർപ്പിൽ നിന്നൊരു ശബ്ദമുണ്ടാകുന്നു, നീ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. മോശ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റി. ഉൾപ്പടർപ്പിൽ നിന്ന് ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ചെന്ന് അവരെ ആ അടിമത്തത്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് വിടുവിക്കുക. സ്വാഭാവികമായ സംശയത്തോട് മോശ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, ഞാൻ ഇസ്രായേൽക്കാരുടെ അടുക്കൽ ചെന്ന് നീ എനിക്ക് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ ആരാണ് നിന്നോടിത് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് അവരുടെ അടുക്കൽ വ്യക്തമാക്കണം? അപ്പോൾ ദൈവം പറയുന്നു, നീ ചെല്ലുക, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് എന്നോട് പറഞ്ഞവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ പറയുക. ചെല്ലുക, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് എൻ്റെ ജനത്തെ പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് വിടുവിക്കുക.
ഇതാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നത്. 4-ാം അധ്യായം പരിശോധിക്കുമ്പോൾ ദൈവം മോശ ഇങ്ങനെ വിളിക്കുമ്പോൾ മോശ ഉന്നയിക്കുന്ന ചില തടസ്സങ്ങളാണ്. ഒരു സാധാരണ മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ, അത് മോശ ദൈവം മുമ്പാകെ ഇറക്കി വയ്ക്കുന്നു. ഈ തടസ്സങ്ങളിലൂടെ ദൈവം ഇടപെടുന്നു. മോശയുടെ തടസ്സങ്ങളെ മോശയുടെ ഹിതമനുസരിച്ചല്ല, ദൈവഹിതമനുസരിച്ച് രൂപപ്പെടുത്തുന്നു. അങ്ങനെ രൂപപ്പെടുത്തി സാധാരണക്കാരനായ പേടിത്തൊണ്ടനായ ഒരു മനുഷ്യനെ അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റുന്നു. അതിശക്തിയുള്ള ഒരു നേതാവാക്കി മാറ്റുന്നു. മോശ ഉന്നയിച്ച തടസ്സങ്ങൾ എന്താണ്? സ്വാഭാവികമായും ദൈവ വിളി ഉണ്ടാകുമ്പോൾ, ദൈവിക ഇടപെടൽ ഉണ്ടാകുമ്പോൾ, ദൈവിക നിയോഗം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള സ്വാഭാവിക തടസ്സങ്ങളാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. ഈ വേദഭാഗത്തിൽ മോശ ഉന്നയിച്ച തടസ്സങ്ങൾ എന്താണ്? ദൈവം അതെങ്ങനെ പരിഹരിക്കുന്നു എന്ന് ചിന്തിച്ച് മോശയ്ക്ക് അസാമാന്യമായ ശക്തി എങ്ങനെ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ മോശ ഉന്നയിക്കുന്ന ആദ്യ തടസ്സം ആരെങ്കിലും ഒരാൾ വായിക്കണം. 4:1. അതിന് മോശ, അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും. മോശ ദൈവം പറയുകയാണ്, ദൈവമേ, അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും. മോശ ഉന്നയിക്കുന്ന ആദ്യത്തെ തടസ്സം, ദൈവമേ, നിന്നെ ഞാൻ ദർശിച്ചു, പക്ഷേ ഞാനത് എങ്ങനെ ഇസ്രായേൽക്കാരുടെ അടുക്കൽ ചെന്ന് പറയും? അവർ എന്നെ വിശ്വസിക്കുമോ? എൻ്റെ വാക്ക് കേൾക്കുമോ? ഇല്ല, അവർ എന്നെ വിശ്വസിക്കത്തില്ല, എൻ്റെ വാക്ക് കേൾക്കുകയില്ല. യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്നവർ, എനിക്ക് പ്രത്യക്ഷനായി എന്നവർ സമ്മതിച്ചു തരികയില്ല. ഇതാണ് എൻ്റെ ഒന്നാമത്തെ തടസ്സം. ദൈവ ദർശനം മോശയ്ക്കുണ്ടായി. ഈ ദർശനം ഇസ്രായേൽക്കാർക്ക് മുൻപിൽ പങ്കുവയ്ക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് മോശയുടെ ഒന്നാമത്തെ കുഴപ്പം. ദൈവത്തിൻ്റെ ദർശനം മോശ അനുഭവിച്ചു, മുഖാമുഖം കണ്ടു, ദൈവ തേജസ് മനസ്സിലാക്കി. പക്ഷേ ഈ തേജസ്സിലൂടെ, ഈ ദൈവിക ഇടപെടലിലൂടെ ഇസ്രായേൽക്കാരെ അത് ബോധ്യപ്പെടുത്തുവാൻ മോശ പരാജയപ്പെടുന്നു. പ്രിയമുള്ളവരെ, ക്രൈസ്തവ സമൂഹത്തിന് നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക ഇടപെടൽ ആവോളം അനുഭവിച്ച നമുക്ക് ഈ ദൈവിക ഇടപെടൽ, ഈ ദൈവിക സാക്ഷ്യം ലോകത്തിന് കൊടുക്കുവാൻ കഴിയുന്നില്ല. മാർത്തോമാശ്ലീഹായെ പറ്റി ഒരു പഴമൊഴിയുണ്ട്. തോമയെ കണ്ട ഭാരതം ക്രിസ്തുവിനെ കണ്ടു. മാർത്തോമാശ്ലീഹായുടെ വാക്കുകളിലല്ല ഈ കേരളക്കരയിലുള്ളവർ, ഭാരത ഭൂമിയിലുള്ളവർ ക്രിസ്ത്യാനികളായി മാറിയത്. ആ ജീവിതം കണ്ടുകൊണ്ടാണ്. തോമയെ കണ്ടാൽ ക്രിസ്തുവിനെ കാണുന്ന അനുഭവം ഭാരത മണ്ണിലുള്ളവർക്കുണ്ടായി. ദൈവത്തിന്റെ ഇടപെടൽ വാക്കുകളിലൂടെയല്ല, ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ കഴിയണം. മോശയ്ക്ക് അതിന് കഴിയാതെ പോകുന്നു. ദൈവമേ, എൻ്റെ വാക്ക് അവർ കേൾക്കുകയില്ല, എന്നെ അവർ വിശ്വസിക്കത്തില്ല, യഹോവ നിനക്ക് പ്രത്യക്ഷനായില്ല എന്ന് അവർ എന്നോട് പറയും. ജീവിതത്തിലൂടെ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ക്രിസ്മസിൻ്റെ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. എന്താണ് ക്രിസ്മസ്? സർവശക്തനായ ദൈവം പരിമിതനായതാണ്. ഈ ഭൂമിയിൽ ജനിച്ചു വീണതാണ് ക്രിസ്മസ്. സർവവ്യാപിയായ അപരിമിതനായ ദൈവം ഒരു കുഞ്ഞു ബാലികയുടെ അടുക്കൽ ചേർന്നിരുന്നതാണ് ക്രിസ്മസ്. 12 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ മാറിന്റെ ചൂടില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത നിസ്സാരതയിലേക്ക് താണിറങ്ങിയതാണ് ക്രിസ്മസ്. അതുകൊണ്ട് പിതാക്കന്മാർ ശുദ്ധിമതിയായ മാതാവിനെ പറ്റി ഇങ്ങനെ പറയും, ഇൻ സെന്റ് മേരി ട്രാൻസെൻഡഡ് ഗോഡ് ബിക്കം ഇമിനന്റ്.
ശുദ്ധിമതിയായ മാതാവിൽ ദൈവം പ്രാപ്യനാകുന്നു. മാതാവിനെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു ദൈവിക ഇടപെടൽ അനുഭവിച്ചറിയാൻ കഴിയുന്നില്ലേ? ശുദ്ധിമതിയായ മാതാവിൽ അപ്രാപ്യനായ ദൈവം പ്രാപ്യനാകുന്നു. എന്തേ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ കഴിയാതെ പോകുന്നു? മോശ പറയുകയാണ്, ഞാൻ എന്തോ പറഞ്ഞാലും അവർ വിശ്വസിക്കത്തില്ല, എൻ്റെ വാക്ക് അവർ കേൾക്കുകയില്ല, യഹോവ നിനക്ക് പ്രത്യക്ഷനായില്ല എന്ന് പറയും. ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കാത്തതൊന്നും ആർക്കും അനുഭവിച്ചറിയാൻ പറ്റുകയില്ല. ദൈവത്തെ കാട്ടിക്കൊടുക്കേണ്ടത് വാക്കിലൂടെയല്ല, ജീവിതത്തിലൂടെയാണ്. തോമയെ കണ്ട ഭാരതം ക്രിസ്തുവിനെ കണ്ടു. ശുദ്ധിമതിയായ മാതാവിൽ അപ്രാപ്യനായി ദൈവം പ്രാപ്യനാകുന്നു. എങ്ങനെ? ജീവിതത്തിലൂടെ. മോശ പറയുക, ദൈവമേ അവർ വിശ്വസിക്കത്തില്ല, എൻ്റെ വാക്ക് കേൾക്കത്തില്ല, യഹോവ നിനക്ക് പ്രത്യക്ഷനായില്ല എന്ന് പറയും. അതുകൊണ്ട് എന്തു വേണമെന്നാ പറയുന്നത്? ഡയറക്റ്റ് പറയുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക. അതുകൊണ്ട് എന്താ? എനിക്കൊരു അത്ഭുതം വേണമെന്നാ പറയുന്നത്. ദൈവമേ, നിന്റെ സാക്ഷിയായിട്ട് ഞാനിവിടെ പോണോ? നിന്നെക്കുറിച്ച് പറയണോ? അവർ വിശ്വസിക്കാൻ തക്കവണ്ണം എനിക്ക് ഒരടയാളം വേണം. ഇന്നത്തെ കാലഘട്ടത്തിലും ഇതല്ലേ നാം കാണുന്നത്? ദൈവത്തിൻ്റെ സാക്ഷിയാകണമെങ്കിൽ അടയാളം വേണം. ആധുനിക വൈകാരിക ഭക്തി പ്രസ്ഥാനങ്ങൾ നിറയുന്ന ഒരു കാലഘട്ടങ്ങളിലാണ്. പ്രത്യക്ഷമായ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അതിലൂടെ ദൈവത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവരാ ഇന്ന് പലരും പല പുതുപുത്തൻ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിലും ഉള്ളത്. അതുപോലെയാ മോശ. ദൈവമേ, നിന്നെ സാക്ഷീകരിക്കണോ? മറ്റുള്ളവർക്ക് നിന്നെ കാണിച്ചു കൊടുക്കണോ? നീ അത്ഭുതം തരണം. ദൈവത്തിന് മനസ്സിലായി. മോശ അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും മോശ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, തമ്പുരാൻ 3 അത്ഭുതം കൊടുത്തു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2, 6, 8 വാക്യങ്ങൾ. ഒന്നാമത്തെ അത്ഭുതം എന്താണ്? മോശയെടുക്ക് പറഞ്ഞു, നിന്റെ വടി താഴെയിടാൻ. എന്തായിട്ട് മാറി? പാമ്പായിട്ട് മാറി. മോശ കണ്ടപ്പോഴേ ഓടിപ്പോയി. പിന്നെ പറഞ്ഞു, വാലിൽ കയറി പിടിക്കാൻ പറഞ്ഞു. വാലിൽ കയറി പിടിച്ചു, അത് വടിയായി മാറി. 1-ാം അത്ഭുതം. 2-ാം അത്ഭുതം, നിന്റെ കൈ മാർവിടത്തിലിട. ഇട്ടപ്പോൾ അത് വെള്ള കുഷ്ഠമായിട്ട് മാറി. വീണ്ടും ഇടാൻ പറഞ്ഞു, പഴയതുപോലായി. വീണ്ടും പറഞ്ഞു, നൈൽ നദിയിലെ വെള്ളമെടുത്ത് കരയ്ക്കൊഴിക്ക്. ഒഴിച്ചു, രക്തമായിട്ട് മാറി. മോശ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, തമ്പുരാൻ 3 കൊടുത്തു. അതാ തമ്പുരാൻ. 1 ചോദിച്ചപ്പോൾ 3 കൊടുത്തു. അത്ഭുതം വേണമെന്ന് പറഞ്ഞ മോശ ഇനി ഒരിക്കലും അത്ഭുതം ചോദിക്കരുത്. ദൈവം 3 അത്ഭുതം മോശയ്ക്ക് കൊടുത്തു. പക്ഷേ ഒരു കാര്യം, ഈ 3 അത്ഭുതം കണ്ടപ്പോഴും മോശ ഭയന്ന് വിറച്ചുപോയി. അത്ഭുതം വേണമെന്ന് ആഗ്രഹിച്ചവനാ, അത്ഭുതം കണ്ടപ്പോഴത്തേക്ക് ഭയന്ന് വിറച്ചുപോയി. ഒരത്ഭുതം മാത്രം നമുക്ക് നോക്കാം. ആദ്യത്തെ അത്ഭുതം, പടുവൃദ്ധൻ 80 വയസ്സുണ്ടപ്പോൾ ദൈവം പറഞ്ഞു വടി താഴെയിടാൻ. വടി താഴെയിട്ടപ്പോഴത് പാമ്പായിട്ട് മാറി. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുക, അത് കണ്ടപ്പോഴത്തേക്ക് മോശ ഓടിപ്പോയി എന്ന്. അത്ഭുതം വേണമെന്ന് പറഞ്ഞവൻ അത്ഭുതം ഇട്ടേച്ച് ഓടിപ്പോവുക. പെട്ടെന്നുള്ള അത്ഭുതങ്ങളിൽ ജീവിതം പണിതുയർത്താമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഈ അത്ഭുതങ്ങളൊക്കെ ഇട്ടേച്ച് പോകേണ്ട ചില ഗതികേടുണ്ടാകും. വേദപുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ ലോത്തിനെ കാണുന്നുണ്ട്. 12-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അബ്രഹാമിന്റെ അടുക്കൽ നിന്ന് തന്ത്രപരമായി സ്വത്തെല്ലാം നേടിയെടുത്ത ലോത്ത് കൂടാരം നീക്കി അടിച്ച് സോദോമിലെത്തി. പെട്ടെന്ന് ഭൗതിക നേട്ടങ്ങളെല്ലാം കരഗതമാക്കി. പക്ഷേ തിന്മ നിറഞ്ഞ ദേശം തമ്പുരാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവം പറഞ്ഞതനുസരിച്ച് സോദോം വിട്ടേച്ച് ലോത്ത് ഓടി പോവുകയാണ്. ഭൗതിക നേട്ടങ്ങൾ പെട്ടെന്നുണ്ടാകണമെന്നും ആ പെട്ടെന്നുണ്ടാകുന്നതിൽ നിന്ന് ജീവിതം പണിതുയർത്താമെന്ന് ചിന്തിക്കുന്നവർ ഓർക്കണം, ഇതെല്ലാം ഇട്ടേച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ദൈവം മോശയെ വിളിക്കുകയാണ്. ഓടിപ്പോകുന്ന മോശെ, ബാ, അത്ഭുതം വേണമെന്ന് പറഞ്ഞവനല്ലേ, ബാ, നീ എന്താ ഇട്ടേച്ച് ഓടിപ്പോകുന്നത്? ഞാൻ ചിന്തിക്കുന്നു, ദൈവം കളിയാക്കി മോശയെ വിളിക്കുക. അത്ഭുതം വേണമെന്ന് പറഞ്ഞവൻ എല്ലാം ഇട്ടേച്ച് പോകുകയല്ലേ നീ?
അത്ഭുതം, ദാ ഇഞ്ഞി വാ. ദൈവം മോശയെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? പാമ്പിൻ്റെ വാലിൽ കയറി പിടിക്കാൻ. ദാ മോശ ഇവിടം മുതൽ ദൈവം രൂപപ്പെടുത്തുകയാണ്. പാമ്പിൻ്റെ വാലിൽ കയറി പിടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? സംശയമൊന്നുമില്ല, തിരിച്ചു കിടിക്കും. ദൈവം മോശയോട് പറയുക, നീ എൻ്റെ നിയോഗമനുസരിച്ച് പ്രവർത്തിക്കാൻ പോകേണ്ടവനാ, അതുകൊണ്ട് നീങ്ങിവ, പാമ്പിൻ്റെ വാലിൽ കയറി പിടിക്കുക. ബുദ്ധിയുള്ളവൻ ആരും പാമ്പിൻ്റെ വാലിൽ കയറി പിടിക്കുകയില്ല. യുക്തിയുള്ളവൻ ആരും അങ്ങനെ ചെയ്യുകയില്ല. ദൈവം മോശയോട് പറയുക, അത്ഭുതം വേണമെന്ന് പറഞ്ഞവനല്ലേ, എന്തേ നീ ഇട്ടേച്ചു പോകുന്നു? ദാ ഇനി ബാ, നീ പാമ്പിൻ്റെ വാലിൽ കയറി പിടിക്കുക. ദൈവം പറഞ്ഞു, മോശ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നു. ദാ മോശ മാറി തുടങ്ങുകയാണ്. പാമ്പിൻ്റെ വാലിൽ കയറി പിടിച്ചു. അത് പിന്നീട് വടിയായിട്ട് മാറി. എന്നെ കേൾക്കുന്നവരെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാകണമെങ്കിൽ, ദൈവഹിതം അനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ ബുദ്ധിയും യുക്തിയുമെല്ലാം മാറ്റിവെക്കണം. ദൈവത്തിന് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കണം. ബുദ്ധിയുടെ മാർഗം മാറ്റിയിട്ട് ദൈവത്തിന് വേണ്ടി വിഡ്ഢിയാകണം, മണ്ടനാകണം. ബുദ്ധിയുടെ മാർഗം മാറ്റിവെച്ച് ഭക്തിയുടെ മാർഗത്തിലേക്ക് നീ തിരിയണം. ഏറെ ബുദ്ധിയുടെ മാനങ്ങളിൽ ജീവിക്കുന്നവരാ നമ്മൾ. ഇവിടെയാണ് തമ്പുരാൻ പറയുന്നത്, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നീ മണ്ടനായി മാറണം. മിടുക്കന്മാരുടെ കാലഘട്ടമല്ലേ ഇത്? മിടുക്കന്മാർക്ക് ജീവിതമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. ഇടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും, മാറി നിൽക്കുന്നവനോ ഒതുങ്ങി നിൽക്കുന്നവനോ, മറ്റുള്ളവർ കയറിപ്പോയിക്കൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്നവരോ രക്ഷപ്പെടത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാ. മിടുക്കന്മാരുമല്ലിന്ന് അതിബുദ്ധിയ ഇന്ന് പലയിടത്തും കാണുന്നത്. അതേതും മേഖലകളെയും ഗ്രസിച്ചിരിക്കുക അതിമിടുക്കന്മാരുടെ അതിബുദ്ധിമാന്മാരുടെ കാലം. കേരളത്തിലെ ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു സംഭവം ഹൃദയസ്പർശിയാണ്. തൃശ്ശൂരിലുള്ള ഒരു ദരിദ്ര തമിഴ് ബ്രാഹ്മണ ദമ്പതികൾക്ക് സംഭവിച്ച ദുരന്തമാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. രാമസ്വാമി അയ്യർ, മീനാക്ഷി അമ്മാൾ ജീവിത പ്രാരാബ്ദങ്ങളുടെ നടുവിൽ അവർ ബോംബെയിലേക്ക് വണ്ടി കയറി. അവിടെ ഒരു മാർവാടി കമ്പനിയിൽ ക്ലർക്കായിട്ട് രാമസ്വാമി അയ്യർ ജോലി ചെയ്തു. അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്ത് വളരെ പ്രയാസകരമായി ജീവിതം നയിക്കുകയാണ്. അധികം താമസിച്ചില്ല, ഈശ്വരൻ അവർക്ക് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. അവർ വളർന്നു വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇനിയും ഇവരെ പഠിപ്പിക്കുവാൻ നമുക്ക് പറ്റുകയില്ല ഇവിടെ, അതുകൊണ്ട് നാട്ടിൽ തന്നെ പോകാം, എന്തെങ്കിലും വേല ചെയ്ത് കുഞ്ഞുങ്ങളുടെ പഠിപ്പൊക്കെ നടത്താം. ഭാര്യ പറഞ്ഞു, വേണ്ട, അവർക്കിവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടും, നമുക്ക് അല്പം കൂടെ മുണ്ടൊക്കെ മുറുക്കി ഉടുത്ത് കഷ്ടപ്പെട്ട് നമുക്ക് ജീവിക്കാം, കുഞ്ഞുങ്ങളുടെ പഠിത്തം ഇവിടെയാണ് നല്ലത്. അവർ വളർന്നു വരുമ്പോൾ ഒരു സ്ഥാനത്തെത്തുമ്പോൾ നമ്മുടെ വിഷമമെല്ലാം മാറും. ആ സ്ത്രീ പറഞ്ഞതുപോലെ ആ മനുഷ്യൻ ചെയ്തു. ബോംബെയിൽ തന്നെ താമസിച്ച് ഏറെ കഷ്ടപ്പെട്ട് സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാതെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ മക്കൾ രണ്ടും നല്ല സ്ഥാനത്തായി. ഒരാൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായി, മറ്റൊരാൾ എഞ്ചിനീയറായി. അധികം താമസിയാതെ വിവാഹവും നടന്നു. പ്രായമേറിയ ശാരീരിക അസ്വസ്ഥതകൾ ഒത്തിരിയുള്ള രാമസ്വാമി അയ്യർ ചിന്തിച്ചു, ഇനി എന്തിനാ ജോലി? മക്കൾക്ക് ജോലിയായി, അവർ കുടുംബസ്ഥരായി, തുച്ഛമായി കിട്ടുന്ന ഈ വരുമാനം അതിനുവേണ്ടി എന്തിനാ ജോലി ചെയ്യുന്നത്? ആ മനുഷ്യൻ ജോലി രാജിവെച്ചു. അധികം കഴിഞ്ഞില്ല, 2 മക്കളും അവർ താമസിച്ച ചെറിയ വാടക വീട്ടിൽ നിന്ന് മാറി വേറെ ഫ്ലാറ്റിലോട്ട് ചേക്കേറി. ശമ്പളം പോലും ഇല്ലാതിരുന്ന ഈ മനുഷ്യൻ ഏറെ വിഷമിച്ചു. പല ദിവസവും മക്കളുടെ മുൻപിൽ കൈനീട്ടേണ്ടി വന്നു, വീട്ടിലെ വാടകയ്ക്ക് വേണ്ടി, ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി. 2 പേർക്കും രോഗിയായ പ്രായം ചെന്ന അപ്പനെ വേണ്ട, പക്ഷെ അമ്മയെ വേണം, വീട്ടിലെ ജോലി ചെയ്യാനും പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനും. മക്കളുടെ നിന്ന അനുഭവിച്ച് ഇങ്ങനെ കഴിയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി 2 പേരും നാട്ടിലേക്ക് വന്നു. തൃശ്ശൂർ താമസം തുടങ്ങി, ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ ഇല്ലത്തിൽ.
ആരോ ബന്ധുക്കൾ പറഞ്ഞു, ഇങ്ങനെ മക്കളെ വിടരുത്, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാ നിങ്ങൾ, കുടുംബ കോടതിയിൽ കേസ് കൊടുക്കണം. അവർ തന്നെ നിർബന്ധിച്ച് കേസ് കൊടുത്തു. കേസായി, സമൻസ് മക്കൾക്കെത്തി. മക്കൾ രണ്ടുപേരും കോടതിയിൽ വന്നു. ന്യായാധിപൻ്റെ മുൻപിൽ അവർ പറഞ്ഞു, മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഞങ്ങളോട് പോലും ഒന്നും ആലോചിക്കാതെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് വന്നവരാ, അവരെ നോക്കേണ്ട കാര്യമില്ല. ന്യായാധിപൻ പറഞ്ഞു, അല്ല, മാസം തോറും നിശ്ചിത ഒരു വരുമാനം മാതാപിതാക്കൾക്കായിട്ട് നൽകണം. ഈ സമയത്താണ് രാമസ്വാമി അയ്യർ ശരിക്കും ഒരു പിതാവായത്. ആ മനുഷ്യൻ എഴുന്നേറ്റു, കരങ്ങൾ കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സമക്ഷത്വന്ന് ദയവുണ്ടാകണം, മക്കളുടെ പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അവർക്ക് തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളാം. സാധാരണഗതിയിൽ മക്കൾക്ക് ഈ സമയത്തെങ്കിലും ഒരു കുറ്റബോധം തോന്നുകയും മാതാപിതാക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മക്കൾ രണ്ടും തിരിച്ച് മുംബൈയിലേക്ക് വണ്ടി കയറി. ഇടിഞ്ഞു പൊളിഞ്ഞ ഇല്ലത്തിൽ മനസ്സും ശരീരവും മരവിച്ച് ജീവിച്ച ഈ മനുഷ്യൻ അധികം താമസിയാതെ ലോകം വിട്ട് കടന്നുപോയി. ആ പഴയ ഇല്ലത്തിൽ ഈ സ്ത്രീ ജീവച്ചവം പോലെ ജീവിക്കുകയാണ്. ഒരു ദിവസം ആരോ ചോദിച്ചു, മക്കളൊക്കെ എന്തിയെ, എങ്ങനെയുണ്ട്? കണ്ണു നിറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞു, അവർ റൊമ്പ ഇൻ്റലിജൻസ്, അവർ റൊമ്പ ഇൻ്റലിജൻസ്, അവരൊത്തിരി മിടുക്കരാ, എൻ്റെ മക്കളോ അവരൊത്തിരി മിടുക്കരാ. മക്കൾക്ക് വേണ്ടി ജീവിതം ഹോവിച്ച ഒരമ്മ ചങ്ക് തകർന്ന് പറയുകയായത്. അതിമിടുക്കരുടെ കാലഘട്ടമാണിത്. അങ്ങനെയുള്ളവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ചിന്തിക്കുകയാ. ഓർക്കണം, കാലം തിരിച്ച് ആവർത്തിക്കും. എന്ത് ചെയ്തോ അതുപോലെ തന്നെ തിരിച്ചു കിട്ടും. മിടുക്കരുടെ കാലഘട്ടമാണിത്. ദൈവമേൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് മിടുക്കരായി ജീവിക്കാനല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുക, മണ്ടനാകുക, മൂഢനാകുക, വിഡ്ഢിയാകുക. മോശയോട് പറയുക, നിന്റെ യുക്തിയുടെ തലം നീ ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്കിത് ചെയ്യാൻ പറ്റുകയില്ല. അതിനെ മാറ്റ്, ഞാനാ നിന്നെ വിളിച്ചിരിക്കുന്നത്, നീ എനിക്ക് വേണ്ടി മണ്ടനാകും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിക്കോദിമോസിന്റെ അറിവല്ല തമ്പുരാന് വേണ്ടത്, പത്രോസിന്റെ അജ്ഞതയാണ്. ബുദ്ധിയുടെ കാനോനാകളും ആരാധനയുടെ നിയമങ്ങളുമായി പോയ പുരോഹിതനോ ലേവ്യനോ യഹൂദനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നല്ല ശമരിയാക്കാരന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഒന്നും ചിന്തിച്ചില്ല. മൃതശരീരത്തെ സ്പർശിച്ചാൽ ദേവാലയത്തിൽ പോകാൻ പറ്റുകയില്ല. ഇവിടെ മൃതപ്രായനായി കിടക്കുന്ന മനുഷ്യൻ അത് ജീവനുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയുകയില്ല. ഒന്നും ചിന്തിച്ചില്ല. എല്ലാ ബുദ്ധിയും മാറ്റിവെച്ച് സ്പർശിച്ചു, അവനെ രക്ഷിക്കുന്നു. പുരോഹിതനോ ലേവ്യനോ സ്പർശിച്ചാൽ പിന്നെ ആലയത്തിൽ പോകാൻ പറ്റത്തില്ല. അവനവന്റെ ബുദ്ധിയും യുക്തിയും ഒക്കെയാണ് ചിന്തിച്ചത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ജീവിത ബന്ധങ്ങളിൽ അതിബുദ്ധി ഒന്നും നമുക്ക് നല്ലതിനല്ല. അതിന്നല്ലെങ്കിൽ നാളെ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, സംശയമൊന്നുമില്ല. വൈദ്യശാസ്ത്ര ലോകത്ത് പുതിയൊരു വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വംശജനായ അഞ്ചൻ ചാറ്റർജിയാണ് ഇത് തുടങ്ങി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേര് കോസ്മെറ്റിക് ന്യൂറോളജി എന്നാണ്. പേര് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പ്ലാസ്റ്റിക് സർജറി കേട്ടിട്ടുണ്ടോ? ശരീരത്തിൻ്റെ വിരൂപമായ ഭാഗങ്ങൾക്ക് രൂപഭംഗി വരുത്തുന്നതാണ് പ്ലാസ്റ്റിക് സർജറി. കോസ്മെറ്റിക് സർജറി ഒരല്പം കൂടെ ഉയർന്നതാണ്. ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് സൗന്ദര്യം കൂട്ടുക, ഉള്ള സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ് കോസ്മെറ്റിക് സർജറി. കോസ്മെറ്റിക് ന്യൂറോളജി എന്താണ്? നെർവ്സിന് സൗന്ദര്യം കൊടുക്കുക, ഞരമ്പുകൾക്ക് സൗന്ദര്യം കൊടുക്കുക, ശരീരത്തെ ഉദ്ദീപിപ്പിക്കുക. അതിനുപയോഗിക്കുന്ന മരുന്ന് ഏതാണെന്നറിയാമോ? ബുദ്ധിമാന്യം വന്നവർക്ക്, അൽഷിമേഷ് ബാധിച്ചവർക്ക് ഉറക്കം തൂങ്ങിയാൽ കൊടുക്കുന്ന മരുന്ന് സാധാരണക്കാർക്ക് കൊടുക്കും. ഉറക്കം തൂങ്ങിയാൽ കൊടുക്കുന്ന മരുന്ന് സാധാരണ ഉറക്കമുള്ളവർക്ക് കൊടുത്താൽ ഉറക്കം വരുത്തേയില്ല. പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കൾ ഇനിയും അത് കൊടുക്കത്തില്ലെന്ന് എന്താ ഉറപ്പ്? ബുദ്ധിമാന്യം വന്നവർക്ക് കൊടുക്കുന്ന മരുന്ന് സാധാരണ ബുദ്ധിയുള്ളവർക്ക് കൊടുത്താലോ ഇപ്പം തന്നെ കൂർമ്മ ബുദ്ധിയും കുരുട്ടു ബുദ്ധിയാണ്. അൽഷിമേഷ് ബാധിച്ചവർക്ക് കൊടുക്കുന്ന മരുന്ന് സാധാരണ മറവിയുള്ളവർക്ക് കൊടുത്താലോ മരിച്ചാലും മറക്കത്തില്ലെന്ന് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇന്റർനെറ്റിൽ ഇതിനെപ്പറ്റി ഒരു ജേണൽ വന്നു. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ, സബ് ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: ബൂസ്റ്റിംഗ് ബ്രെയിൻ പവർ ബൈ ടേക്കിംഗ് എ പിൽ
could become a reality in the next few years. വരും വർഷങ്ങളിൽ ഇങ്ങനെയുള്ള മരുന്നുകളാൽ തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുന്നത് സർവ്വസാധാരണമാകും. ഇതിന്റെ തുടർന്നുള്ള ലേഖനത്തിൽ പറയുക, മിടുക്കന്മാരെ വാർത്തെടുക്കാനുള്ള അജണ്ടയാണ് ഇതിന്റെ പിന്നിൽ. പക്ഷെ ഇതിന്റെ ചില കുഴപ്പങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒത്തിരി എത്തിക്കൽ മെഡിക്കൽ ഇഷ്യൂസ് ഇതിന്റെ പിന്നാലെ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യത്വം മരവിക്കും, ജീവിതം യാന്ത്രികമാകും, മനുഷ്യബന്ധങ്ങൾക്ക് വിലയില്ല. ഒന്നുമില്ലേൽ എന്താ, മിടുക്കന്മാർ ലോകത്തിലുണ്ടാകത്തില്ലേ? മിടുക്കിന്റെ ലോകം മാത്രമാണ് ഇന്ന്. എവിടെ അതിമിടുക്കന്മാർ കൂടുന്നുവോ അവിടെല്ലാം നാശതുല്യമായ അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നിരിക്കട്ടെ, പ്രശ്നം കൂടി 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 വന്ന് തർക്കങ്ങൾ മൂത്ത് വന്ന് ഞാനാണോ അവളാണോ മിടുക്ക എന്നുള്ള ചിന്താഗതി വന്ന് നരകതുല്യമാകും. എന്നാൽ അതിലൊരാൾ ഒരല്പം ഒന്ന് താന്നു കൊടുത്താലോ സ്വർഗമാകത്തില്ലേ? അടിയും പിടിയൊക്കെ കഴിഞ്ഞ് മാറിയിരുന്ന് താടിക്ക് കൈ കൊടുത്ത് ചിന്തിക്കും, എൻ്റെ ദൈവമേ അല്പം ആ സമയത്ത് ഞാൻ അല്പം ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിലെന്ന്. മിടുക്കന്മാർ കൂടിക്കൂടി വരികയാ. പള്ളി യോഗങ്ങളിൽ പോലും അതിമിടുക്കുകളുടെ തലങ്ങളാണ്. വെല്ലുവിളിക്കുക പലതിനെയും. എൻ്റെ കോക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇവിടെ നടപ്പിലാക്കും, ദൈവവും ദേവനും ഒന്നും എനിക്ക് പ്രശ്നമല്ല. അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, എന്തൊരു വാശിയാണെന്നറിയാമോ പള്ളികളിലൊക്കെ. മിടുക്കിന്റെ ദൈവശാസ്ത്രമാണ്, അത് തെറ്റായ ശാസ്ത്രമാണ്. മോശയോട് ദൈവം പറയുകയാണ്, മോശേ, നീ എനിക്കായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെങ്കിൽ നിന്റെ യുക്തിയുടെ തലങ്ങളെല്ലാം നീ മാറ്റ്, നീ ഒന്ന് മണ്ടനാക്, ഒന്ന് താന്നു കൊടുക്കുക. പാശ്ചാത്യ ലോകത്തിൽ റിയൽ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവർ പറയുന്നത് ഒരു 65-70 വയസ്സായി കഴിഞ്ഞാൽ ആളുകളെ വെച്ചോണ്ടിരിക്കുന്നത് വെടിവെച്ച് കൊല്ലണമെന്നാണ് പറയുന്നത്. അവരെ കൊണ്ട് എന്തോ പ്രയോജനമാണ്? രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനം കുറയും. അവരുടെ ചികിത്സകളൊക്കെ നടത്തുവാൻ തക്കവണ്ണം ഇൻഷുറൻസ് കമ്പനികൾക്ക് ലക്ഷങ്ങൾ കോടികൾ പൊട്ടിക്കേണ്ടി വരും. ഒരു ഉപയോഗവുമില്ലാത്ത ഇങ്ങനെയുള്ളവരെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? മിടുക്കിന്റെ ശാസ്ത്രമാ ഇന്നത്തെ ലോകത്തിന്റെ ശാസ്ത്രം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അബോർഷൻ പെരുകിക്കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണെന്നറിയാമോ? ഇന്ത്യയാണ്. 28 ലക്ഷം അബോർഷനാണ് ഒരു വർഷം നടക്കുന്നത്. അതിൽ 8 ലക്ഷം പെൺ ഭ്രൂണഹത്യ. അബോർഷന് പല കാര്യങ്ങളും ഇന്ന് കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. സാമ്പത്തിക ക്ലേശമെന്നോ, അവിഹിതമെന്നോ, അപ്രതീക്ഷിതമെന്നോ, വീണ്ടും ഒരു പെൺകുഞ്ഞെന്നോ ഒക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ തന്ന ജീവനെ എടുക്കാൻ നാം ആരാ? അബോർഷന്റെ ആദ്യ ഘട്ടം തന്നെ ഭീകരമാണ്. ഇതിന്റെ രണ്ടാം ഘട്ടമോ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കഷ്ണം കഷ്ണമായിട്ട് നുറുക്കിയിട്ട് പുറന്തള്ളും. എന്തു ഭീകരമാ! ഇത്രയും ഭീകരമായൊരു കൊലപാതകം വേറെ ഒന്നുമില്ല. എന്നിട്ടും അതൊന്നും ചെയ്യാൻ മടിയില്ലാതാകുകയാണ്. ജീവൻ തന്ന തമ്പുരാനെ ജീവൻ എടുക്കാൻ ഒക്കുകയുള്ളൂ. പക്ഷെ മിടുക്കിന്റെ ശാസ്ത്രം, എൻ്റെ സുഖം, എൻ്റെ കാര്യം, അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ ഇന്ന് മടിയില്ലാത്ത തലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, കുറെ കൂടെ ദൈവികരായി ജീവിക്കേണ്ടിയിരിക്കുന്നു. ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ യുക്തിയുടെ മാനദണ്ഡം മാറ്റ്, മിടുക്കിന്റെ തത്വശാസ്ത്രങ്ങൾ മാറ്റ്, ദൈവത്തിന് വേണ്ടി ഒന്ന് താന്നു കൊടുക്ക്. അവിടെ അത്ഭുതം ചെയ്യാൻ പറ്റും, അത്ഭുതം അവിടെ നടക്കും. വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ രണ്ടാം അത്ഭുതം മോശയാ ചെയ്തതെന്നാണ് പറയുന്നത്. ആദ്യം വടി താഴെയിടാൻ പറഞ്ഞത് പാമ്പായി, അത് ദൈവമാണ് വടിയെ പാമ്പാക്കി മാറ്റിയത്. രണ്ടാം അത്ഭുതം മോശ തന്നെ ചെയ്തത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യുക്തിയും ബുദ്ധിയുമൊക്കെ ഒന്ന് മാറ്റി പൂർണ്ണമായിട്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ എത്ര വിഷം ചീറ്റുന്ന അനുഭവങ്ങളെയും പരിപാലനത്തിന്റെ അനുഭവമാക്കാൻ കഴിയും. ഏത് കുടുംബങ്ങളെയും, ഏത് ഇടവകളെയും, ഏത് സമൂഹങ്ങളെയും സ്വർഗതുല്യമാക്കാൻ കഴിയും. നമുക്ക് കുറെ മണ്ടന്മാരെയാണ് വേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, സമൂഹങ്ങളിൽ. മലങ്കര ഓർത്തഡോക്സ് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെയുള്ള മനുഷ്യരിന്ന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ബുദ്ധിരാക്ഷസന്മാർ കൂടി വരുന്നുണ്ട്, ഭരണ നൈപുണ്യം പലർക്കുമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ദൈവസന്നിധിയിൽ നിരന്തരം ജാഗരണത്തിൽ ഏർപ്പെടുന്ന
ഭക്തരായ മണ്ടന്മാർ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാ പ്രശ്നം. വായനക്കാരുടെ ഇടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമുണ്ട് ഇപ്പോൾ, പച്ചവിരലുകൾ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ദയാബായിയുടെ പുസ്തകമാണ്. പാലക്കാരി ഒരു മേഴ്സി മാത്യു സാധുജന സേവനം ലക്ഷ്യമാക്കി മധ്യപ്രദേശിലേക്ക് വണ്ടി കയറി. അവിടെ ഒരു കത്തോലിക്ക കോൺവെന്റിൽ സിസ്റ്ററായിട്ട് പ്രവർത്തിച്ചു. അവരോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, താൻ ഉദ്ദേശിച്ചതുപോലെ പാവങ്ങളുടെ ഇടയിൽ അധ്വാനിക്കാനോ പ്രവർത്തിക്കാനോ പറ്റുകയില്ല. അതുകൊണ്ട് തിരുസഭ തന്ന തിരുവസ്ത്രം അതുപോലെ ഊരി വെച്ചു. എന്നിട്ട് ആദിവാസികളുടെ ഊരുകളിലേക്ക് പോയി. അവരോടൊപ്പം അവരിൽ ഒരാളായി ജീവിച്ചു. മേഴ്സി മാത്യു എന്ന പേര് മാറ്റിയിട്ട് ദയാബായി എന്ന പേര് സ്വീകരിച്ചു. അവരെ പോലെ ആദിവാസികളുടെ വസ്ത്രം ധരിച്ചു. കാൽത്തള കൈത്തളയും കണ്ടാഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് നിൽക്കുന്ന ദയാബായിയെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരാദിവാസിയെ പോലെ തോന്നും. ചേരിയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് അവിടെയുള്ള അധികാര ശ്രേണിയിലുള്ളവരുടെ അപ്രീതിക്ക് കാരണമായി തീരാനിടയായി. ആദിവാസികൾക്ക് വേണ്ടി കുരയ്ക്കുന്ന ചാവാലി പട്ടി എന്ന് അവർ അവരെ വിളിച്ചു. പല പ്രാവശ്യം ഏറെ മർദ്ദനങ്ങളും പരിഹാസങ്ങളും പീഡനങ്ങളും ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ടും തൻ്റെ ആ ദർശനത്തിൽ നിന്ന് അണുവിട ഇവർ വ്യതിചലിച്ചില്ല. ഏതോ ഒരു സമയം അപ്പൻ്റെ രോഗം കലശലായി. അപ്പന് കാണണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ദയാബായി എന്ന മേഴ്സി മാത്യു പാലയിലെത്തി. മരണാസന്നനായി അപ്പൻ കിടക്കുന്നു. മകളെ കണ്ടപ്പോഴത്തേക്ക് അപ്പൻ്റെ കണ്ണ് നിറഞ്ഞു. സുന്ദരിയായ മകളാകെ വിരൂപിയായിരിക്കുന്നു, ഒരു ആദിവാസിയെ പോലെ. അപ്പൻ ഒന്നും മോളോട് പറഞ്ഞില്ല. അപ്പൻ പറഞ്ഞു, മോളെ ഇത്രയും വേണമായിരുന്നു. ഇവൾ ക്രൂശിതനായ യേശുതമ്പുരാൻ്റെ രൂപം അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് കാണിച്ചുകൊണ്ട് അപ്പനോട് ചോദിച്ചു, അപ്പാ ഇത്രയും വേണമായിരുന്നു. പിന്നെ ആ മനുഷ്യനൊന്നും പറഞ്ഞില്ല. തലകുനിച്ച് നിൽക്കുന്ന തൻ്റെ മുൻപിൽ ഇരുന്ന മകളുടെ ശിരസിൽ ആ മനുഷ്യൻ കരമെടുത്തു വെച്ചു. മകളെ അനുഗ്രഹിച്ച് യാത്രയാക്കി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, കാൽവരി കുരിശിലേക്ക് നോക്ക്. ദൈവം മണ്ടനായതാണ് കാൽവരി കുരിശിൽ കാണുന്നത്. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി മണ്ടനായി ഭോഷനായി. ക്രിസ്മസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ക്രൈസ്റ്റ് മാസ് എന്ന്, ക്രിസ്തുവിന്റെ യാഗമെന്ന്. ക്രിസ്തുവിന്റെ യാഗം കാണാൻ കാൽവരി വരെ പോകേണ്ട ആവശ്യമില്ല, ബേത്ലഹേമിൽ ചെന്നാൽ മതി. ആ കല്ലടാവിലാണ് സർവശക്തൻ കിടക്കുന്നത്. ആ തണുത്ത മരവിച്ച ആ സാഹചര്യത്തിൽ അവിടെ വിറങ്ങലിച്ച് ദൈവം കിടക്കുകയാണ്. അത്രമാത്രം മണ്ടനായി ദൈവം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നമ്മുടെ യുക്തിയുടെ മാനദണ്ഡങ്ങൾക്കും അപ്പുറമായി ചില ഭക്തിയുടെ മാനദണ്ഡങ്ങൾ. അത് മണ്ടത്തരമായിരിക്കാം, യുക്തിഹീനമായിരിക്കാം, അത് വിഡ്ഢിത്തരമായിരിക്കാം. അത് സ്വീകരിപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ദൈവം മോശയോട് പറയുന്നു, മോശ അത്ഭുതം വേണമെന്ന് പറഞ്ഞവനാണല്ലോ, ദാ ഈ അത്ഭുതത്തിലൂടെ ഞാൻ നിന്നെ രൂപപ്പെടുത്തുകയാണ്. അവനവൻ്റെ ബുദ്ധിയുടെ തലങ്ങളെല്ലാം മാറ്റി ഭക്തിയുടെ മാർഗം സ്വീകരിക്കുന്നു. മോശ ഉന്നയിച്ച ഒന്നാം തടസ്സം, എനിക്ക് അത്ഭുതം വേണം ഇസ്രായേൽക്കാരുടെ മുൻപിൽ നിന്നെ സാക്ഷീകരിക്കാൻ. 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 4:10. മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല, ഞാൻ വീക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു. മോശ ദൈവം ഭാഗം 2-ാം തടസ്സം ഉന്നയിക്കുക. കർത്താവേ, ഞാൻ എങ്ങനെയാ പോകുന്നത്? ഞാൻ മുമ്പേ തന്നെയും, ഞാൻ നേരത്തെ വിക്കനായിരുന്നു, ദാ ഇപ്പോൾ നിന്നോട് സംസാരിച്ചു, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. എന്നിട്ടും ഞാൻ വിക്കന, ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല, തടിച്ച നാവുള്ളവൻ ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഞാനെങ്ങനെയാ ഫറവോൻ്റെ അടുക്കൽ പോകുന്നത്? ഫറവോൻ്റെ അടുക്കൽ ചെല്ലുന്നത് ഒരു നിസ്സാര കാര്യം പറയാനല്ല, ഇസ്രായേൽക്കാരെ വിടുവിക്കണമെന്നുള്ളതാണ്. അടിമകളായി ജോലി ചെയ്യുന്ന ഇസ്രായേൽക്കാരെ വിടുവിക്കുവാൻ തക്കവണ്ണം മോശ ചെല്ലണമെങ്കിൽ അതിൻ്റെതായ ഒരു സാഹചര്യം ഉണ്ടാകണം. ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള പ്രാപ്തി മോശയ്ക്ക് ഉണ്ടാകണം. സ്വാഭാവികമായി മോശ പറയുക, ഞാൻ എങ്ങനെയാ പോകുന്നത്? ഞാൻ വിക്കനാ, തടിച്ച നാവുള്ളവനാ, വാക് സാമർഥ്യമില്ല. എനിക്ക് നേരത്തെ തന്നെ വിക്കായിരുന്നു, നിന്നോട് സംസാരിച്ചപ്പോഴും ഒരു മാറ്റവും വന്നില്ല. ഞാൻ എങ്ങനെയാ പോകുന്നത്? ഒരു നേതാവിന് അത്യന്താപേക്ഷിതമായി വേണ്ടതാണ് വാക് സാമർഥ്യം.
സ്ഫുടതയോട് സംസാരിക്കാനുള്ള കഴിവ്. സ്ഫുടതയില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുക്കലാണോ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, വാക് സാമർഥ്യമില്ലാത്ത ഒരു നേതാവിന് നിലനിൽപ്പുണ്ടോ? ഞങ്ങളുടെ അച്ഛന്മാരാണെങ്കിലും ഞങ്ങളുടെ ശബ്ദം അടച്ചു പോയാൽ ആർക്കും വേണ്ട, ഞങ്ങൾ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടേണ്ടി വരും. വാക് സാമർഥ്യം നേതാവിന് അത്യന്താപേക്ഷിതമാണ്. മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ അവിടെ ചെന്ന് ഫറവോന്റെ അടുക്കൽ പറയണമെങ്കിൽ ഈ നാവ് കൊണ്ട് എനിക്ക് എങ്ങനെ പറ്റും? ഞാൻ വിക്കനാ, തടിച്ച നാവുള്ളവനാ. മോശയുടെ ഈ വിക്ക് മാറ്റാൻ ദൈവത്തിന് കഴിവില്ലേ? ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചവൻ, സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നവൻ, ഈ തമ്പുരാന് മോശയുടെ ഒരു കൊച്ചു വിക്ക് മാറ്റരുതോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. മോശ ഒരു വലിയ സൈനിക ശക്തിയൊന്നും ദൈവത്തോട് ചോദിക്കുന്നില്ല. അശ്വാരൂഢ സേന വേണമെന്നോ ആയുധങ്ങൾ വേണമെന്നോ, ഫറവോന് വലിയ സൈനിക ശക്തി ഉള്ളതുകൊണ്ട് അവനെ എതിരിടാൻ അതിനനുസരിച്ചുള്ള ഒരു സൈനിക വ്യൂഹത്തെ തനിക്ക് വേണമെന്നോ ഒന്നും മോശ ആവശ്യപ്പെടുന്നില്ല. മോശ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, എൻ്റെ വിക്ക് മാറണം. വിക്ക് മാറുന്നത് കാര്യങ്ങൾ ഭംഗിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഇത് മോശയ്ക്ക് വേണ്ടി പോലുമല്ല, ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ. ഇസ്രായേൽ ജനത്തെ വിടുവിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഓർത്ത് നോക്കണം, ഇത് മോശയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് വിക്ക് മാറേണ്ടത്. വലിയ സൈനിക ശക്തിയെ ഒന്നും ചോദിക്കുന്നില്ല, തനിക്ക് ഭംഗിയായിട്ട് സംസാരിക്കണം, അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. സർവശക്തനായ ദൈവത്തിന് മോശയുടെ ഒരു നിസ്സാര കാര്യം മാറ്റരുതോ? ദൈവം അത് ചെയ്യുന്നില്ല. എന്നിട്ട് മോശയോട് എന്താ പറയുന്നത്? ഊമനെയും ചെകിടനെയും സൃഷ്ടിച്ചതാരാണ്? നീ പേടിക്കേണ്ട, നീ പോകുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഏറെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ്. സർവശക്തനായ ദൈവത്തിന് മോശയുടെ ഒരു കുഞ്ഞ് വിക്ക് മാറ്റാൻ പറ്റുകയില്ലായിരുന്നോ? അത് മോശയ്ക്ക് വേണ്ടി പോലുമല്ല, ദൈവ പദ്ധതി പൂർത്തീകരിക്കപ്പെടാനാണ്. എന്നിട്ടും ഈ ദൈവം മാറ്റുന്നില്ല. മോശയോട് പറയുകയാണ്, മോശേ, നിന്റെ പരിമിതി മാറ്റപ്പെട്ടിട്ട് നീ എനിക്കായി പ്രവർത്തിക്കുക എന്നുള്ളതല്ല, ഈ പരിമിതിയിൽ എനിക്കായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിന്റെ ദൈവവിളിയുടെ പ്രസക്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി സംഭവിക്കേണ്ട ചിലതുണ്ട്. അത് സംഭവിച്ചാൽ മാത്രമേ എനിക്കത് ചെയ്യുവാൻ പറ്റുകയുള്ളൂ, ഇങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്ന് പരാതി പറയുന്നവരാണ് നമ്മൾ. ദൈവമേ, വലിയ കാര്യമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഒരു കൊച്ചു കാര്യം. ആ കൊച്ചു കാര്യം എന്താ നീ നടപ്പിലാക്കി തരാത്തത്? സ്വാഭാവികമായി ഒരു ഭക്തന്റെ സംശയമാണ്. മോശയോട് ദൈവം പറയുകയാണ്, നിന്റെ വിക്കോ നിന്റെ തടിച്ച നാവോ ഞാൻ മാറ്റുന്നില്ല, നീ പോകുക, പക്ഷേ ഒരു ഉറപ്പ് ഞാൻ തരും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു ഭക്തന്റെ സമീപനം പരിമിതി മാറ്റിയിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതല്ല, പരിമിതിയിൽ ദൈവത്തെ അറിയുക, ദൈവത്തോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ്. നമുക്കിന്ന് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വൈവിധ്യം നിറഞ്ഞ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് നമ്മൾ. അത് മാറ്റപ്പെടണമെന്ന് ദൈവഹിതമെങ്കിൽ അത് മാറ്റപ്പെടട്ടെ. പക്ഷേ അത് മാറ്റപ്പെട്ടാൽ മാത്രമേ ഞാൻ ദൈവിക പദ്ധതിയിൽ പങ്കാളിയാകുകയുള്ളൂ എന്നാരെങ്കിലും പറഞ്ഞാൽ, ദൈവഹിതത്തിനനുസരിച്ച് എന്നെ സമർപ്പിക്കുകയുള്ളൂ എന്നാരെങ്കിലും പറഞ്ഞാൽ, അത് വികലമായ ആത്മീയതയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിന് 3 പാട്ടാണ്. ആദ്യത്തെ 1-ാം കാണ്ഡമെന്ന് പറയുന്നത് ഇയ്യോബ് നേരിടുന്ന ദുരന്തങ്ങളാണ്. അത് വായിക്കുമ്പോൾ തന്നെ ഭയം തോന്നും. ചങ്ങല പോലെ ഇയ്യോബിന് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ ദുരന്തവും അറിയിക്കുവാൻ ഓരോ ബാല്യക്കാരൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 2-ാം കാണ്ഡം ഇയ്യോബും ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരും തമ്മിലുള്ള സംവാദമാണ്. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഇയ്യോബിൻ്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ഇയ്യോബേ, ദൈവം നീതിമാനാ, അവനൊന്നും അനീതി പ്രവർത്തിക്കത്തില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ എവിടെങ്കിലും അനീതി ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ?
ഇങ്ങനെ ഏറെ ചോദ്യങ്ങൾ ചോദിക്കുക. അതിനെല്ലാം ഇയ്യോബ് ഉത്തരം കൊടുക്കുക. നിങ്ങൾ പറ, ഞാൻ എവിടെ അന്യായം ചെയ്തത്? നിങ്ങൾ പറ, ഞാൻ ആർക്കാണ് വെള്ളം കൊടുക്കാതെ ഇരുന്നത്? ഞാൻ ആരെയാണ് സഹായിക്കാതിരുന്നത്? ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള ഇയ്യോബിൻ്റെ മറുപടിയാണ് 2-ാം കാണ്ഡം. 3-ാം കാണ്ഡം, ചുഴലിക്കാറ്റിൽ സർവശക്തനായ ദൈവം ഇയ്യോബിന് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഇയ്യോബിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനു മുൻപ് ഞാൻ ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്താഗതിയോടായിരിക്കാം ദൈവം ചോദ്യം ചോദിക്കുന്നത് എന്നാണ്. ഇയ്യോബേ, നീ ഏറെ നിന്റെ സ്നേഹിതന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞവനാണല്ലോ. ഞാൻ ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കാം, നിനക്ക് ഉത്തരം പറയാൻ പറ്റുമോ? മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാനൊക്കുവോ? ദൈവം ചില ചോദ്യങ്ങൾ ഇയ്യോബിനോട് ചോദിക്കുകയാണ്. കാട്ടാനയുടെ പ്രസവകാലം നിനക്കറിയാമോ? കുയിലിന് നാദം കൊടുത്തതാര്? മയിലിന് സൗന്ദര്യം കൊടുത്തതാര്? ഇങ്ങനെ ഏറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്നിനു പോലും യോബിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. 40-ാം അധ്യായത്തിൽ യോബ് പറയുക, ദൈവമേ, ഞാൻ എൻ്റെ വായു പൊത്തുക, എനിക്കൊന്നും അറിയില്ല, എല്ലാം അറിയാമെന്ന് വിചാരിച്ച് എല്ലാത്തിനെയും ചോദ്യം ചെയ്തവനാ ഞാൻ, എനിക്കൊന്നും അറിയത്തില്ല, ദാ ഞാൻ എന്നെ തന്നെ നിന്റെ മുൻപാകെ സമർപ്പിക്കുന്നു. 42-ാം അധ്യായത്തിൽ യോബ് പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, നിന്നെപ്പറ്റി ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടുള്ളായിരുന്നു, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ കാണുന്നു. അങ്ങനെയെങ്കിൽ യോബിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്ന പാഠമെന്താണ്? ജീവിതത്തിൻ്റെ പരിമിതികളെ നോക്കി നെടുവീർപ്പിടുകയല്ല, അത് ദൈവത്തോട് ചേർന്ന് നിന്ന് ഏറ്റെടുക്കുകയാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. ജീവിതത്തിൻ്റെ പരിമിതികളെ ഒഴിവാക്കുകയല്ല, ദൈവത്തോട് ചേർന്ന് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഓരോ ഭക്തനും ചെയ്യേണ്ടത്. പരിമിതികൾ തമ്പുരാൻ മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ, പക്ഷേ അത് മാറ്റിയാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുകയുള്ളൂ എന്നാരെങ്കിലും ചിന്തിച്ചാൽ അത് തെറ്റായ വേദശാസ്ത്രമാണ്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭയായ സർജനായിരുന്നു ഡോക്ടർ മേരി വർഗീസ്. ചിലരെങ്കിലും ഡോക്ടറെ പറ്റി കേട്ട് കാണുമായിരിക്കാം. ആകസ്മികമായ ഒരു കാർ ആക്സിഡന്റിൽ 2 കാലും മുറിച്ചു മാറ്റപ്പെട്ടു. എല്ലാവരും വിചാരിച്ചു, ഒരു പ്രഗത്ഭയായ സർജൻ 2 കാലും മുറിച്ചു മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കും? കട്ടപ്പകയാ ജീവിതം എന്നാൽ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം പഴയതിനേക്കാൾ നിരതയായി ഇവർ പ്രവർത്തിക്കുകയാണ്. ലോകം മുഴുവനും ഓടി നടന്ന് സർജറി നടത്തിയതാണ് ഡോക്ടർ മേരി വർഗീസ്. കാല് രണ്ടുമില്ലാത്ത സ്ത്രീയാണ്. ഒരിക്കൽ എവിടെ വെച്ചോ അവർ പറഞ്ഞു, ദൈവത്തോട് ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവമേ, എനിക്ക് നടക്കുവാൻ 2 കാലുകൾ തരണമേ. എൻ്റെ തമ്പുരാൻ എനിക്ക് പറക്കുവാൻ 2 ചിറകുകൾ തന്നു. എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവമേ, എനിക്ക് നടക്കുവാൻ 2 കാലുകൾ തരണമേ. എൻ്റെ തമ്പുരാൻ എനിക്ക് തന്നു പറക്കുവാൻ 2 ചിറകുകൾ. ജീവിതത്തിൻ്റെ പരിമിതികളിൽ നെടുവീർപ്പിടുകയല്ല, കരുതുന്ന ദൈവത്തിൻ്റെ കരുതലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഓരോ ഭക്തനും ചെയ്യേണ്ടത്. മോശയോട് പറയുകയാണ്, മോശെ, ഈ പരിമിതിയൊക്കെ മാറ്റാൻ എനിക്ക് എളുപ്പമാണ്, പക്ഷെ ഈ പരിമിതി മാറ്റുന്നതിലല്ല നീ ശ്രദ്ധിക്കേണ്ടത്, അതിനപ്പുറമായി എന്നെ കൂടെ ഇരുത്തുന്നതിലാണ്. പറയിപെറ്റ പന്തിരുകുലം സുന്ദരമായ പുസ്തകമാണ്, അത് വായിക്കണം. അതിലെ വളരെ നമുക്കൊക്കെ ഏറെ ആകർഷകം തോന്നുന്ന ഒരു കഥാപാത്രമാണ് നാറാണത്ത് ഭ്രാന്തൻ. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി ഭ്രാന്തൻ ജൽപ്പനങ്ങളുമായി നടക്കുന്ന ഈ മനുഷ്യൻ ശരിക്കും ഒരു ഫിലോസഫറാണ്. ആരും പറയാത്തതൊക്കെ വെട്ടി തുറന്ന് പറയും. ഈ മനുഷ്യനൊരു ശിഷ്യനുണ്ടായിരുന്നാ പറയുന്നത്. ഈ നാറാണത്ത് ഭ്രാന്തനെ പോലിരിക്കും. അതുപോലെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, ഭ്രാന്തൻ ജൽപ്പനങ്ങൾ, തലമുടി ജടയാക്കി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഇവർ 2 പേരും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. ആളുകളൊക്കെ ചോദിക്കും, ഇതിലേതാണ് ഗുരു, ഏതാണ് ശിഷ്യൻ? 2നെയും കണ്ടാലും ഒരുപോലെ ഇരിക്കുമല്ലോ. ഒരിക്കലും ഇവർ യാത്ര ചെയ്ത് നാറാണത്ത് ഭ്രാന്തന് നന്നേ ദാഹിച്ചു. അവിടെ ഒരു കുടില് കണ്ടു. നേരെ അങ്ങോട്ട് കയറി കതകിൽ കൊട്ടി. വീട്ടമ്മ കതക് തുറന്നു. ഭ്രാന്തൻ ചോദിച്ചു, കുടിക്കാൻ എന്തെങ്കിലുമുണ്ടോ? വീട്ടമ്മ ഒരു പാത്രം സംഭാരം കൊണ്ടുവന്നു. ഭ്രാന്തൻ കൈ ഇങ്ങനെ കൈക്കൂമ്പിൾ പോലെ വെച്ചു. വീട്ടമ്മ ഒഴിച്ചു കൊടുത്തു.
ഭ്രാന്തൻ കുടിച്ചു. പുറകെ വന്ന ശിഷ്യനും അതുപോലെ കൈക്കൂമ്പിൾ പോലെ വെച്ചു. വീട്ടമ്മ ഒഴിച്ചു കൊടുത്തു, കുടിച്ചു. വീട്ടമ്മ ചോദിച്ചു, ഇതിൽ ഏതാ ഗുരു ശിഷ്യൻ? രണ്ടിനെയും കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്നല്ലോ. വീണ്ടും അവർ യാത്ര നടത്തിയപ്പോൾ ഭ്രാന്തനും വീണ്ടും ദാഹിച്ചു. ഒരു മനുഷ്യൻ തെങ്ങിൽ നിന്ന് കള്ള് ചെത്തി താഴോട്ട് ഇറങ്ങി വരികയാണ്. ഭ്രാന്തൻ നേരെ ചെന്ന് കൈ ഇങ്ങനെ വിരിച്ചു കൊടുത്തു. കള്ളി എത്തുന്ന ആൾ കള്ളൊഴിച്ചു കൊടുത്തു, കുടിച്ചു. പുറകെ വന്ന ഭ്രാന്തനും അതുപോലെ കൈക്കൂമ്പിൾ പോലെ വിരിച്ചു കൊടുത്തു. കള്ളി എത്തുന്ന ആൾ ഒഴിച്ചു കൊടുത്തു, കുടിച്ചു. ഈ മനുഷ്യനും ചോദിച്ചു, ഇതിൽ ഏതാ ഗുരു, ഏതാ ശിഷ്യൻ? രണ്ടിനെയും കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്നല്ലോ. അവർ വീണ്ടും യാത്ര നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭ്രാന്തന് വീണ്ടും ദാഹിച്ചു. നോക്കിയപ്പോൾ ഒരു ആലയിൽ കൊല്ലൻ ലോഹം ഉരുക്കിക്കൊണ്ടിരിക്കുക. നന്നേ ദാഹിച്ച നാറാണത്ത് ഭ്രാന്തൻ നേരെ ചെന്ന് കൈ ഇങ്ങനെ കൈക്കൂമ്പിൾ പോലെ കാണിച്ചു. കലി തോന്നിയ ഈ കൊല്ലൻ ഉരുകിയ ലോഹമെടുത്ത് ഭ്രാന്തൻ്റെ കയ്യിൽ ഒഴിച്ചു കൊടുത്തു. ഭ്രാന്തൻ അതുപോലെ കുടിച്ചു. പുറകോട്ട് നോക്കിയപ്പോൾ ശിഷ്യനെ കണ്ടില്ല. എന്താണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം? ഗുരുവിനോടൊപ്പം സന്തോഷത്തിന്റെ സംഭാരങ്ങളിൽ ശിഷ്യനുണ്ട്. ഗുരുവിനോടൊപ്പം ആരാധനയുടെ ലഹരിയിൽ ശിഷ്യനുണ്ട്. ഗുരുവിനോടൊപ്പം ശോധനയുടെ ചൂളയിൽ ശിഷ്യനില്ലാതെ പോയി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പരിമിതികൾ മാറ്റപ്പെടുന്നതിലല്ല ദൈവത്തിൻ്റെ ഇടപെടൽ. പരിമിതികളിൽ ദൈവാനുഭവം കണ്ടുപിടിക്കുന്നതിലാണ് ദൈവിക ഇടപെടൽ. മോശയോട് പറയുകയാണ്, മോശ, ഈ വിക്ക് എനിക്ക് മാറ്റാം, നിസ്സാരമാ. പക്ഷെ ഈ വിക്കിനെ മാറ്റിയിട്ട് നീ പോകുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വിക്കിനോടൊപ്പം, ഈ പരിമിതിയോടൊപ്പം ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ പോകും. നീ പോകണം, പക്ഷെ ഞാനൊരു ഉറപ്പ് തരാം, ഞാൻ കൂടുണ്ട്. മോശയുടെ രണ്ടാമത്തെ പരിമിതിയും മാറി, രണ്ടാമത്തെ തടസ്സവും മാറി. 13 വാക്യം, 4 അധ്യായത്തിന്റെ 13 വാക്യം. മോശ കർത്താവിനോട് പറയുകയാണ്, ദൈവമേ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ. ആദ്യം 2 തടസ്സങ്ങൾ മോശ ഉന്നയിച്ചു. അതിന് സ്വാഭാവികമായ കാരണങ്ങളുണ്ട്. മൂന്നാമത്, മോശയ്ക്ക് തടസ്സം ഉന്നയിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് മോശ പറയുക, ഇനി നിനക്ക് പറ്റുന്ന ആരെങ്കിലും അയക്കണം. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ആദ്യമേ തന്നെ മോശയ്ക്ക് പോകാൻ താല്പര്യമില്ലാതിരിക്കണം. അതുകൊണ്ടാണ് വെറുതെ തടസ്സങ്ങളൊക്കെ പറഞ്ഞത്. ഇവിടെ തടസ്സങ്ങളെല്ലാം മോശയുടെ ഇഷ്ടം പോലല്ല, ദൈവഹിതപ്രകാരം അതിനെ മാറ്റി ദൈവം. ഇനിയും മോശയ്ക്ക് പറയാൻ തടസ്സമൊന്നുമില്ല. അതുകൊണ്ട് മോശ പറയുക, ഇനി ആരെങ്കിലും നീ അങ്ങ് അയക്കണം. എനിക്ക് പറ്റുകയില്ല, നിനക്ക് ബോധിച്ച് ആരെങ്കിലും അങ്ങ് അയക്കണം. മോശയ്ക്ക് ഒന്നും പറ്റാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. നമുക്കും ഇങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. ഞാൻ ഈ നവംബറല്ല, അതിന് തൊട്ട് മുൻപുള്ള നവംബറിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഒരു പള്ളിയിൽ പ്രസംഗത്തിനായിട്ട് പോയി. പ്രസംഗം കഴിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന ഒരു ഭവനം ഭക്ഷണത്തിനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഭക്ഷണമൊക്കെ കഴിഞ്ഞു, നാട്ടുകാരുമൊക്കെ പറഞ്ഞതിന് ശേഷം വിസിറ്റിംഗ് റൂമിൽ ടീപ്പോയുടെ മുകളിൽ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവച്ചു. നല്ല സുന്ദരൻ ആപ്പിളും മുന്തിരിങ്ങയും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. സംസാരിക്കുന്ന വേളയിൽ ഞാൻ ഒരു കഷ്ണം ആപ്പിൾ എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഗൃഹനാഥൻ പറഞ്ഞു, അച്ഛാ, ആപ്പിളിനൊക്കെ ഇപ്പം എന്നാ വിലയെന്നറിയാവോ? കറണ്ട് അടിച്ചതുപോലെ കൈ അങ്ങ് മാറ്റി. വികാരി അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കുക. ആ മനുഷ്യൻ നല്ല ആപ്പിൾ അച്ഛന് കൊണ്ട് തന്നു, നല്ല വിലയുള്ളതാണെന്ന് പറയാൻ വേണ്ടിയാ. 1 മിനിറ്റ് കഴിഞ്ഞില്ല, എന്നാൽ നമുക്ക് അവിടെ ഇങ്ങനെ കൈവെക്കാനൊക്കെ അടുത്തിടത്തോട്ട് കൈവെക്കാനായിട്ട് പോയപ്പോൾ ഗൃഹനാഥൻ വീണ്ടും പറയാം, എൻ്റെ വെച്ചാൽ മുന്തിരിങ്ങയ്ക്കും ഇപ്പം നല്ല വില, ഉഗ്ര മുന്തിരിങ്ങ. ഏതായാലും അല്പം കഴിഞ്ഞ് ഞങ്ങൾ അച്ഛന്മാരത് കഴിച്ചെങ്കിൽ പോലും ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ്. എടുക്കണോ എടുക്കാതിരിക്കാൻ പറ്റുമോ, ഒന്നും പറ്റാത്ത ഒരവസ്ഥ. കൊട്ടാരക്കരക്കാരായ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? വിവാഹം വഴിയായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വന്നവർ. അവർക്കൊരു കുഴപ്പമുണ്ട്, അറിയാമോ? നമ്മൾ 4 ഗസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ, അതിഥികൾ ചെന്ന് കഴിഞ്ഞാൽ കൊട്ടാരക്കരക്കാർ 3 അവലോസ് ഉണ്ടേ വെക്കത്തുള്ളെന്നാണ് പറയുന്നത്. കാരണം ഒന്നും ആർക്കും എടുക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അതിന് കടി കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി കെടാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. അതുണ്ടാക്കിയാൽ മരിച്ചും പോയി കാണും. ആരെങ്കിലും ഉണ്ടേ ക്ഷമിക്കണം, ഇങ്ങനൊരു ചൊല്ലുള്ള ഞങ്ങളുടെ നാട്ടിൽ. അതുപോലെ മോശ ഇപ്പോൾ ഒന്നും പറ്റത്തില്ല.
ദൈവം തടസ്സങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞിരിക്കുക, ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മോശ പറയുക, എൻ്റെ ദൈവമേ, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണേ, എന്നെ ഈ ഇതിൽ നിന്ന് അവിടുന്ന് മാറ്റണം, വിടുവിക്കണം. നിനക്ക് ബോധിച്ച ആരെങ്കിലും അയക്കണം. ഇവിടെ ദൈവത്തിൻ്റെ ഭാവം മാറുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ശാന്തനായി സൗമ്യനായി മോശയോട് ഇടപെട്ട ദൈവത്തെ ഇതിനു മുമ്പ് കണ്ടത് ഒരു കളിക്കൂട്ടുകാരനെ പോലെ കളിയാക്കി പരിഹസിച്ച് മോശയെ രൂപപ്പെടുത്തുന്ന ഒരു സ്നേഹിതനെ പോലെ ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് ഇതിനു മുൻപ് കണ്ടത്. നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് മോശ ദൈവത്തോട് പറഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ഭാവം മാറുകയാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. നിങ്ങൾ ഓർക്കണം, അവസരങ്ങളെല്ലാം പാഴാക്കി, ദൈവം തന്ന അവസരങ്ങളെല്ലാം കളഞ്ഞു കുളിച്ച് തോന്നിയ വഴിക്ക് ജീവിച്ചു കഴിഞ്ഞാൽ എന്നും സൗമ്യനായി ശാന്തനായി ക്ഷമാശീലനായി ഇടപെടുന്ന ദൈവം മാത്രമല്ല, കലിതുള്ളുന്ന ഒരു ദൈവമുണ്ട്. ശാസിക്കുന്ന, ശിക്ഷിക്കുന്ന, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്രയോ എത്രയോ അവസരം കളഞ്ഞു കുളിക്കുന്നവരാ നമ്മൾ. ദൈവം തന്ന അവസരങ്ങളെയും അനുഗ്രഹങ്ങളെയും എല്ലാം കളഞ്ഞു കുളിച്ചാൽ സൗഖ്യമാക്കുന്ന, അനുഗ്രഹിക്കുന്ന, വീണ്ടെടുക്കുന്ന ദൈവം മാത്രമല്ല, ശിക്ഷിക്കുന്ന, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിൽ ബൽശസ്സറിന് നേരെയുള്ള ദൈവത്തിന്റെ അരുളപ്പാട്, മനെ മനെ തേക്കിലൂഫർസി, ഞാൻ നിന്നെ അളന്നു നോക്കി, തുലാസിൽ നീ കുറവുള്ളവനായിട്ട് കണ്ടു. നിന്റെ രാജ്യം ഞാൻ പാഴ്സികൾക്കും മേദ്യർക്കും കൊടുക്കുമെന്ന് പറയുകയാണ്. സ്നേഹിക്കുന്ന ദൈവം മാത്രമല്ല, സൗഖ്യമാക്കുന്നവൻ മാത്രമല്ല, ന്യായം വിധിക്കുന്ന, ശിക്ഷിക്കുന്ന, നശിപ്പിക്കുന്ന, തകർക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഈ ദൈവത്തെ വേണ്ട, സൗഖ്യമാക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവത്തെ മാത്രം മതി. ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കളഞ്ഞു കുളിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെ ചോദ്യം ചെയ്യുന്ന, ശിക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. കലിതുള്ളി നിൽക്കുന്ന ഒരു ദൈവത്തെ നാം കാണേണ്ടിയിരിക്കുന്നു എന്ന് നാം ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീരുന്നില്ല ഈ ഭാഗം. ദൈവം കോപിക്കുന്നെങ്കിൽ പോലും മോശയ്ക്ക് കൂട്ടായിട്ട് അഹറോനെ വിടുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം കോപിച്ചെങ്കിൽ പോലും ദൈവത്തിന് തോന്നിക്കാണും മോശയ്ക്ക് താൻ ഒറ്റയാണെന്നൊരു തോന്നൽ കാണുമായിരിക്കാം. താൻ ദൈവം കൂടുണ്ടെങ്കിലും മനുഷ്യനെന്നുള്ള നിലയിൽ ഒറ്റയ്ക്കാണല്ലോ പോകേണ്ടത്. അതുകൊണ്ടായിരിക്കാം മോശ ഇങ്ങനെ പറഞ്ഞത് എന്ന് കരുതി ദൈവം അഹറോനെ കൂട്ടിന് വിടുകയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, 17-ാം വാക്യം, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ വെച്ചുകൊള്ളുക. ഏത് വടിയായത്? ഏത് വടിയായത്? ആരുടെ വടിയായത്? മോശയുടെ വടിയാ. 21-ാം വാക്യം ഒന്ന് വായിച്ച്, 20-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. 20-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, 21-ാം വാക്യത്തിന്റെ തൊട്ട് മുൻ. ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു. 17-ാം വാക്യത്തിൽ ദൈവം പറയുക, അടയാളം പ്രവർത്തിക്കേണ്ടതിന് ഈ വടി കയ്യിലെടുത്തുകൊള്ളുക. അതാരുടെ വടിയായിരുന്നു? മോശയുടെ വടി. കൊച്ചൻ പറഞ്ഞത് ശരിയാ, മോശയുടെ വടിയാ. മോശയുടെ വടിയാ താഴെയിട്ടത്, അത് പാമ്പായി മാറി, വീണ്ടും അതെടുത്തു വടിയായി മാറി. അതാരുടെ വടിയാ? മോശയുടെ വടിയാ. എന്നാൽ 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വടിയും മോശയെടുത്ത്. അങ്ങനെങ്കിൽ 2 വടിയുണ്ടോ? 2 വടിയുണ്ടോ? ഇല്ല, ഒറ്റ വടിയേ ഉള്ളൂ. ഇത് മോശയുടെ വടിയായിരുന്നു. പക്ഷേ ദൈവത്തിനായിട്ട് ഇട്ടുകൊടുത്തപ്പോഴത്തേക്ക് അത് പിന്നെ ദൈവത്തിൻ്റെ വടിയായി. എന്നെ കേൾക്കുന്നവരെ, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ ദൈവത്തിനായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൾ ദൈവത്തിൻ്റെതായി മാറും. ഇത് മോശയുടെ വടിയാണ്. പക്ഷേ ദൈവം പറഞ്ഞതനുസരിച്ച് സമ്പൂർണമായിട്ട് സമർപ്പിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെതായി മാറി. ഈ ഭാഗം മുതൽ ഒരു ഡ്രമാറ്റിക്കൽ ചേഞ്ച് മോശയ്ക്ക് ഉണ്ടാകുന്നത്, ഒരു നാടകീയ മാറ്റം. ഭയന്ന് വിറച്ച പേടിത്തൊണ്ടനായ മോശ ഇവിടെ മുതൽ മാറി മറിയുകയാണ്. ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു നാൾ പേടിച്ചോടിയവൻ ദാ ഈ വടിയും പിടിച്ചുകൊണ്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ ചെല്ലുകയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നു.
എൻ്റെ ജനത്തെ ആരാധിപ്പാനായിട്ട് മിസ്രൈമിൽ നിന്ന് വിടുവിക്കുക. ഫറവോൻ പല തന്ത്രങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഈ വടി കൊണ്ട് മോശ 10 ബാധകൾ അയക്കുകയാണ്. ആരുടെ വടിയായത്? ദൈവത്തിന്റെ വടി. അത്ഭുതകരമായി ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ്. മുന്നോട്ടുള്ള യാത്രയിൽ കൂലം കുത്തി ഒഴുകുന്ന ചെങ്കടൽ ഈ വടി നീട്ടുന്നു, ചെങ്കടൽ 2ആയിട്ട് മാറുന്നു. ആരുടെ വടിയാ? തമ്പുരാന്റെ വടി, ദൈവത്തിന്റെ വടി. ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കയറുന്നു. ശത്രു സൈന്യം വരുന്നു. മോശ വടി വീണ്ടും നീട്ടുന്നു. കടൽ പഴയതുപോലെയായി മാറുന്നു. ഫറവോനും സൈന്യവും നശിച്ചു പോകുന്നു. ആരുടെ വടിയാ? ദൈവത്തിന്റെ വടി. സീൻ മരുഭൂമി പ്രതികൂലതകൾ ഏറെയായിരുന്നു. രഫേദീമിലെ പാറയിൽ വെച്ച് മോശ ദൈവ കൽപ്പന പ്രകാരം പാറയെ അടിക്കുന്നു. പാറയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നു. ആരുടെ വടിയാ? ദൈവത്തിന്റെ വടി. മരുഭൂമിയിൽ ഏറെ പ്രതികൂലതകളായിരുന്നു. പക്ഷെ ഈ വടി അവർക്ക് അനുകൂലമായി മാറി. ശത്രുക്കളിൽ നിന്ന് വിജയം. വിജനമായ പാതകളിൽ അവർക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ശക്തമായ ദൈവ സാന്നിധ്യം അവർക്ക് മുൻപായി ഉണ്ടായിരുന്നു. വെട്ടിത്തളിച്ച പാത പോലെ ഇസ്രായേൽ ജനം ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് നീങ്ങി. മോശയുടെ ഈ വടി അത് ദൈവത്തിൻ്റെതായി മാറിയപ്പോൾ എത്ര അത്ഭുതമാണ്. സംഖ്യാപുസ്തകം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മോശയെ പറ്റി ഇങ്ങനെയാ പറയുന്നത്. 12:3 ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ മോശയായി മാറി. പുറപ്പാട് പുസ്തകം 33:11 പറയുന്നുണ്ട്, ദൈവത്തോട് മുഖാമുഖം മോശ സംസാരിച്ചു എന്നോ. പുറപ്പാട് 34:30 പറയുന്നു, ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവന്റെ ത്വക്ക് പ്രകാശം കൊണ്ട് നിറഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഒരു പേടിത്തൊണ്ടൻ, ഭയന്ന് വിറച്ച് നടന്നവൻ, ഒരു സാധാരണക്കാരനായൊരു മനുഷ്യൻ ദൈവത്തിനായിട്ട് സമർപ്പിച്ചു കൊടുത്തപ്പോഴ്, അവന്റെ വഴി ദൈവത്തിനായിട്ട് വിട്ടുകൊടുത്തപ്പോഴ് അവൻ അതിശക്തനായി മാറുകയാണ്. ഇസ്രായേലിന്റെ വീര നായകനായി, വീരശൂര പരാക്രമിയായി, അതിസാഹസികനായി അവൻ പ്രവർത്തിക്കുകയാണ്. ഇസ്രായേലിന്റെ യാത്രയ്ക്ക് വേണ്ടി അപകടകരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് ദൈവ നിയോഗമനുസരിച്ച് യാത്ര ചെയ്യുന്ന മോശയാണ് കാണുന്നത്. എന്നാൽ ഈ ഭാഗത്ത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു അനുബന്ധമുണ്ട്. ദൈവനിശ്ചയപ്രകാരം മോശയുടെ വടി ഇപ്പോൾ ദൈവത്തിൻ്റെതായ ഈ വടിയുമായി മോശ ഇസ്രായേലിനെ നയിക്കുകയാണ്. യാത്ര ചെയ്ത് ഇവർ കാദേശിലെത്തുകയാണ്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം. കാദേശിൽ നിന്ന് 1-2 ദിനം യാത്ര ചെയ്താൽ പാലും തേനും ഒഴുകുന്ന കനാനിൽ ചെല്ലും. സ്വാഭാവികമായും മോശ ഇപ്പോൾ ഏറെ അഭിമാനിച്ചിരിക്കുകയായിരിക്കാം. കാരണം ഈ മരുഭൂമിയിലുള്ള പ്രതികൂലതയിൽ നിന്ന് അത്ഭുതകരമായി ഇസ്രായേലിനെ നയിച്ചു. അത് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായാലും എൻ്റെ കഴിവും എൻ്റെ മിടുക്കും അതിന് കാരണമായി തീർന്നു എന്ന് മോശ ചിന്തിച്ചു കാണുമെന്ന് ഞാനിവിടെ ഈ ഭാഗത്തിൽ മനസ്സിലാക്കുകയാണ്. അതിനെയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാദേശിൽ വെച്ചൊരു കാര്യമുണ്ടായി, ജലക്ഷാമമുണ്ടായി. ജനം മുഴുവൻ മറുതലിക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ മോശയുടെ മുൻപിൽ, അഹ്റോന്റെ മുൻപിൽ വന്നിട്ട് പറയുകയാണ്, എന്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു? അത്തിപ്പഴങ്ങളും മാതള നാരങ്ങകളും ഒന്നും ഇവിടെ ഇല്ല, കുടിക്കാൻ വെള്ളം പോലും ഇല്ല, ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? മോശ സമാഗമന കൂടാരത്തിന് മുൻപാകെ കവിണ്ണു വീണ് കരയുന്നു. ദൈവം മോശയോട് പറയുന്നു, മോശേ, കാദേശിലെ പാറയോട് നീ കൽപ്പിക്കുക, പാറ വെള്ളം തരും. മോശയ്ക്ക് ഒരു ഞാനെന്ന ഭാവമുണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ദൈവം മോശയോട് പറഞ്ഞു, കാദേശിലെ പാറയോട് കൽപ്പിക്കുക, പാറ വെള്ളം തരും. അങ്ങനെ ചെയ്യേണ്ട മോശ എന്താണ് ചെയ്തതെന്നറിയാമോ? കാദേശ് പാറയ്ക്ക് അഭിമുഖമായി നിൽക്കേണ്ട മോശ നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരുമോ? നിങ്ങൾ അതുവരെയുള്ള ഭാഗം ഒന്ന് പഠിച്ചു നോക്കണം. ഒരിക്കൽ പോലും മോശ ഞങ്ങൾ തരുമെന്ന വാക്ക് പറഞ്ഞിട്ടേയില്ല. കാദേശിലെത്തിയിരിക്കുകയാണ്. 1-2 ദിനം ചെന്നാൽ
പാലും തേനും വീഴുന്ന കനാനിൽ ചെല്ലാം. ഈ കാദേശ് മലമുകളിൽ നിന്ന് കനാൻ കാണുകയും ചെയ്യാം. മോശ ചിന്തിച്ചു, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, പക്ഷേ എൻ്റെ നല്ല നേതൃത്വം അതിന് കാരണമായി, എൻ്റെ മിടുക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ചിന്തിച്ചത് കൊണ്ടായിരിക്കാം ദൈവം പറഞ്ഞത് ചെയ്യാതെ ജനത്തിന് അഭിമുഖമായിട്ട് നിന്നിട്ട് അവരെ മത്സരികളെന്ന് വിളിക്കുകയാണ്. ഓർക്കണം, സർവശക്തനായ ദൈവം മത്സരികളായ ഇസ്രായേൽക്കാരെ എത്ര കനിവോടെ കരുണയോടെ നടത്തിയവനാ. കേവലം 2 വർഷമായി, അതായത് മോശ യാത്ര ചെയ്തിട്ട് കാദേശിലെത്തിയപ്പോൾ 2 വർഷമായപ്പോഴത്തേക്ക് അവർ മത്സരികളായി. അവരെ മോശ വിളിക്കുക, മത്സരികളെ കേൾപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരുമോ? ഇതിനു മുൻപെല്ലാം പറഞ്ഞത് ദൈവം തരുന്നതാണെന്നാ പറഞ്ഞത്. ഇവിടെ മോശ പറയുക, ഞങ്ങൾ വെള്ളം തരുമെന്ന്. എന്നിട്ട് മോശ പിന്നീട് ചെയ്തത് എന്താണെന്നറിയാമോ? വീണ്ടും കാദേശ് പാറയ്ക്ക് അഭിമുഖമായി നിൽക്കുന്നു. എന്നിട്ട് പാറയ്ക്ക് 2 അടി കൊടുക്കുകയാണ്. ദൈവം അടിക്കാൻ പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ ചിന്തിക്കുന്നത്, 1 അടി കൊടുത്തിരുന്നെങ്കിലും ദൈവം ക്ഷമിച്ചേനി. കാരണം ഇതിന് സമാനമായ ഒരു സംഭവം സീൻ മരുഭൂമിയിലെ രഫീദീമിൽ വെച്ചുണ്ടായി. അവിടെ വെച്ചും ജലക്ഷാമമുണ്ടായി. ദൈവം മോശയോട് പറഞ്ഞു, രഫീദീമിലെ പാറമേലൊന്നടിക്ക്, പാറ വെള്ളം തരും. അങ്ങനെ അടിച്ചു, അങ്ങനെ അവിടെ വെള്ളമുണ്ടായി. ഇവിടെ ദൈവം അടിക്കാനേ പറയുന്നില്ല. 1 അടി അടിച്ചിരുന്നെങ്കിലും ദൈവം ചിന്തിച്ചേനെ, പഴയതോർത്ത് മോശ അറിയാതെ അടിച്ചു പോയതാണ് എന്ന്. എന്നാൽ മോശ 2 അടി അടിക്കുകയാണ്. ജനത്തോട് കരുണയുള്ള ദൈവം ജനത്തിന് വെള്ളം കൊടുക്കുകയാണ്, സമർത്ഥമായി വെള്ളം കൊടുക്കുകയാണ്. ഇതിനുശേഷം ദൈവം മോശയോടും അഹ്റോനോടും പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് കൊണ്ട് ഈ ജനത്തെ നിങ്ങൾ കനാനിൽ കൊണ്ടുപോകുകയില്ല, നിങ്ങൾ കനാനിൽ കയറുകയില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് കൊണ്ട് ഈ ജനങ്ങളെ കൂട്ടി നിങ്ങൾ കനാനിൽ പോകുകയില്ല. പ്രിയമുള്ളവരെ, ആഴമായ ഒരു വേദശാസ്ത്ര ചിന്തയാണ് ഇവിടെ കാണുന്നത്. മോശയെ പോലെ ആത്മീകനില്ല എന്ന് വേദപുസ്തകം പറയുന്നു. ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചവനാണ് മോശ. ഒരു സ്നേഹിതനെ പോലെ ദൈവം മോശയോട് ഇടപെട്ടു. ഇസ്രായേലിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചവനാണ് മോശ. സ്വകാര്യ സുഖങ്ങളോ സ്വകാര്യ ആനന്ദങ്ങളോ എല്ലാം വേണ്ടെന്ന് വെച്ച് ഇസ്രായേലിന് വേണ്ടി അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവനാണ് മോശ. കാദേശിൽ വെച്ച് മോശയ്ക്ക് ഒരു നിമിഷം തോന്നിയ ആത്മീയ ഹുങ്ക് പാലും തേനും വീഴുന്ന കനാനിൽ മോശയെ കൊണ്ടെത്തിക്കുന്നേയില്ല. ആവർത്തന പുസ്തകം 34-ാം അധ്യായം കണ്ണ് നിറഞ്ഞേ വായിക്കാൻ പറ്റുകയുള്ളൂ. ദൈവം മോശയെ കനാൻ കാണിക്കുകയാണ്. മോശ, കനാൻ നീ കണ്ടുകൊള്ളുക, എൻ്റെ ജനത്തിന് കൊടുക്കുന്ന കനാൻ നീ കണ്ടുകൊള്ളുക. നീ മത്സരികളെന്ന് പറഞ്ഞില്ലേ, അവർ അവിടെ പ്രവേശിക്കും, നീ പോകയില്ല. ഇസ്രായേലിൻ്റെ വിമോചനത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു മനുഷ്യനെ ദൈവം കനാനിൽ വിടുന്നില്ല. ഒരു നിമിഷത്തെ ആത്മീയ ഹുങ്കാണെങ്കിൽ പോലും അത് ദൈവസന്നിധിയിൽ ക്ഷമിക്കപ്പെടാത്ത തെറ്റായി ദൈവം കണ്ടു. മോശയോട് പറയുക, നീ കനാനിൽ കയറുകയില്ല. നിങ്ങൾക്കറിയാം, ജോസഫിന്റെ അസ്ഥികൾ വരെ കനാനിൽ കൊണ്ടുപോയി. മോശ അത് എടുക്കുന്നുണ്ട്, യോശുവ കനാനിൽ സ്ഥാപിക്കുന്നതായിട്ട് വേദഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷേ മോശയുടെ ശരീരത്തിൻ്റെ ശേഷിപ്പുകൾ പോലും കനാനിൽ പോയില്ല. കാരണം വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, മോശയെ ദൈവം അടക്കിയെന്ന്, അവനെ അടക്കിയത് ആരും കണ്ടില്ല എന്ന്. ദൈവത്തിന് ഇങ്ങനെ തീരുമാനം കാണും, മോശയുടെ അസ്ഥി പോലും കനാനിൽ പോകരുതെന്നുള്ളത്. ആത്മീയ ഹുങ്ക് എന്ന പാപം പോലെ ഏറ്റവും ഹീനമായ പാപം വേറെയില്ല. ഇന്നത്തെ ഉണർവ് പ്രസ്ഥാനങ്ങളിലെല്ലാം നാം കാണുന്നത് എന്താണ്? എങ്ങനെയും ജീവിച്ച് ഏത് വഴിയിലും യാത്ര ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു തോട്ടിൽ മുങ്ങിപ്പൊങ്ങി കയറി വരുന്നവർ പറയുക, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, സ്വർഗം ഞങ്ങൾക്കാ, ബാക്കി എല്ലാവരും നരകത്തില്ല. പരിശുദ്ധനായ പരിമല തിരുമേനി ഇത്രയും ഒരു പ്രാർത്ഥനാ മനുഷ്യൻ കേരള മണ്ണിൽ ഉണ്ടായിട്ടുണ്ടോ? തൻ്റെ അന്ത്യസമയത്തും മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമെന്നാണ് ആ പുണ്യവാൻ പറഞ്ഞത്. ഇത്രയും ആത്മീക ജീവിതത്തിൻ്റെ ഉടമയായിട്ടും മഹാഭാവിയാണ് എന്ന് സ്വയം പറയുന്ന പരിശുദ്ധനായിട്ടാണ് പരിമല തിരുമേനിയെ നാം കാണുന്നത്.
ആത്മീയ ഹുങ്ക് അതുപോലെ പാപം വേറെ ഒന്നുമില്ല. വേദപുസ്തകം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്, ആത്മീയ ഹുങ്ക്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ തന്റെ പർവ്വത പ്രസംഗത്തിൽ പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എത്ര ആത്മീയ അനുഭവം ഉണ്ടെങ്കിലും ഒരാത്മീയതയില്ല എന്ന് പറയുന്നവർക്കാണ് ദൈവരാജ്യം എന്നാണ് വേദപുസ്തകം പറയുന്നത്. രക്ഷയെന്ന് പറയുന്നത് മനുഷ്യന്റെ കർമ്മം കൊണ്ടല്ല, ദൈവത്തിന്റെ ദാനം കൊണ്ടാണ്. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയും പിടിച്ചു നിൽക്കുന്നവർ പറയുന്നത് എന്താണെന്നറിയാമോ? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും മഹാദാനം. രക്ഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ കർമ്മം കൊണ്ടല്ല. എത്ര ആത്മീയനാന്ന് പറഞ്ഞാലും രക്ഷ മനുഷ്യന്റെ കർമ്മം കൊണ്ട് സാധ്യമാകില്ല, തമ്പുരാന്റെ ദാനമാ. താൻ ആത്മീകനാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനേക്കാൾ പാപം വേറെയില്ല. ഒരു നീതിമാനായ ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നുണ്ട്, എല്ലാ നിയമങ്ങളും പാലിക്കുകയാ. എന്നാൽ കർത്താവ് നോക്കിയപ്പോൾ ഒരു കുറവ് കണ്ടുപിടിച്ചു. അവൻ ദൈവസന്നിധിയിൽ നകന്നു പോവുകയാ. യേശുതമ്പുരാന്റെ ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്നു, എൻ്റെ ദൈവമേ, രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. രക്ഷ എന്ന് പറയുന്നത് തമ്പുരാന്റെ ദാനമാണ് എന്നുള്ള ശക്തമായ ബോധ്യമാണ് ഈ വേദഭാഗം നമുക്ക് തരുന്നത്. ജീവിതത്തിൽ ആത്മീയ അനുഭവങ്ങൾ കൂടുമ്പോൾ കൂടുതൽ വിനയാന്വിതരായി മാറേണ്ടവരാണ് നാം ഓരോരുത്തരും. മോശയെ പോലെ ദൈവം സ്നേഹിച്ച മനുഷ്യരില്ല. പക്ഷേ ഒരു നിമിഷത്തെ ആത്മീയ ഹുങ്കുകൊണ്ട് താൻ സ്വപ്നം കണ്ട, താൻ എന്തിനു വേണ്ടിയാണോ ഈ ജീവിതം മുഴുവൻ ഹോമിച്ചത്, ആ കനാൻ പ്രാപിക്കുവാൻ മോശയ്ക്ക് കഴിയുന്നില്ല. ദേവാലയത്തിൽ 2 പേർ പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഒരാൾ ചുങ്കക്കാരൻ, മറ്റവൻ പരീശൻ. പരീശൻ നീതിമാനാണ്, സത്യസന്ധനാണ്, പതാരം കൊടുക്കുന്നവനാണ്, ഉപവസിക്കുന്നവനാണ്. സ്വയം നീതിമാൻ എന്ന് പറഞ്ഞവനല്ല രക്ഷിക്കപ്പെടുന്നത്. അധമ്മ പാപത്തിനുടമയായ ചുങ്കക്കാരൻ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ അവനെ നീതീകരിച്ചവനാണ് തമ്പുരാൻ. എന്നെ കേൾക്കുന്നവരെ, രക്ഷ എന്നുള്ളത് മനുഷ്യന്റെ കർമ്മമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മോശ ഒരു നിമിഷത്തെ ആത്മീയ ഹുങ്കുകൊണ്ട് അവനേറെ ആഗ്രഹിച്ച കനാൻ അവന് പ്രാപിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ, കൃപയുടെ യുഗത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ തമ്പുരാൻ രൂപാന്തരപ്പെടുന്ന താബോർ മലയിൽ മോശയും ഏലിയാവും നിൽക്കുകയാണ്. അതെന്ത് സന്ദേശമാണ് നൽകുന്നത്? രക്ഷ എന്നുള്ളത്, നീതീകരണം എന്നുള്ളത്, തേജസ്വീകരണം എന്നുള്ളത് മനുഷ്യന്റെ കർമ്മം കൊണ്ടല്ല, ദൈവത്തിന്റെ ദാനം കൊണ്ടാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ്. മോശയുടെ ജീവിതത്തിന് ഇങ്ങനൊരു അനുബന്ധമുണ്ടെങ്കിലും ഏറെ പ്രചോദിപ്പിക്കുന്ന ജീവിതമാണ് തിരുവചനത്തിൽ മോശയുടേത്. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സ്. അവൻ്റെ കണ്ണ് മങ്ങിയിട്ടില്ല, ദേഹബലം ക്ഷയിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന നമുക്ക് ഒന്ന് വേറിട്ട് ചിന്തിക്കാനുള്ള അനുഭവമായിരിക്കണം ഈ വേദഭാഗം തരേണ്ടത്. മോശ നമ്മെ ഏറെ പ്രചോദിപ്പിക്കണം. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വാക്കുകളിലൂടെയല്ല, അത്ഭുതങ്ങളിലൂടെയല്ല, ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കാനിടയാകണം. ജീവിതത്തിൽ ഓരോ മനുഷ്യനും അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ സഭയിൽ, സമൂഹത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. യുക്തിയുടെ മാർഗം മാറ്റി ഭക്തിയുടെ മാർഗമായി മാറണം. ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ചിലയിടത്തൊക്കെ മണ്ടനാകണം, വിനയാന്വിതനാകണം, താന്നു കൊടുക്കണം. ജീവിതത്തിൽ പരിമിതികളും പ്രയാസങ്ങളും ഏറെയേറെ കടന്നു വരും. അത് മാറുന്നതിലല്ല ദൈവിക ഇടപെടൽ. പരിമിതി മാറുകയോ മാറാതിരിക്കുകയോ ആകട്ടെ, ദൈവത്തെ കൂടെയിരുത്തുന്നതിലാ ദൈവിക ഇടപെടൽ. എല്ലാറ്റുപരിയായി തന്നതെല്ലാം തമ്പുരാന്റെ ദാനമെന്ന് കരുതി മാറ്റുമ്പോൾ ഈ ജീവിതം ദൈവത്താൽ അത്ഭുതമാക്കാൻ കഴിയും. ഒരു പേടിത്തൊണ്ടൻ അസാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുന്നു.
സവിശേഷമായ നേതൃത്വത്തിൻ്റെ ഉടമയായി മാറുന്നു. കർമ്മധീരതയുടെ വ്യക്താവായിട്ട് മാറുന്നു. ജീവിതം മുഴുവൻ ഇസ്രയേലിന് വേണ്ടി സമർപ്പിച്ച, അപകടകരമായ തീരുമാനങ്ങൾ എടുക്കുന്ന, അതിനുവേണ്ടി ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന ഒരു മനുഷ്യനായി മാറുന്നു. എങ്കിലും അതിലെ അനുബന്ധം നമ്മെ ഭയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിലെ ഏറ്റവും വലിയ പൊറുക്കപ്പെടാത്ത പാപം എന്താണ്? ആത്മീയ ഹുങ്ക്. അനുഗ്രഹങ്ങളേറെ ഉണ്ടാകുമ്പോൾ, ആത്മീയതയിൽ വളർന്നു വരുമ്പോൾ ഏറെയേറെ വിനയാന്വിതരായി മാറാൻ നമുക്ക് കഴിയണം. രക്ഷയെന്ന് പറയുന്നത് ഒരു തോട്ടിൽ മുങ്ങിപ്പൊങ്ങി അവൻ്റെ മിടുക്കൊണ്ട് കരഗതമാക്കുന്നതല്ല. രക്ഷയെന്ന് പറയുന്നത് തമ്പുരാൻ്റെ ദാനമാണ്. എത്ര ആത്മീകമായി ഉയർന്നാലും ദൈവമേ, ആത്മാവിൽ ദരിദ്രരാണെന്നുള്ളൊരു ബോധ്യം അത് നമ്മെ ഭരിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങിയിട്ടില്ല, ദേഹബലം ക്ഷയിച്ചിട്ടില്ല. മോശയുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. കൂടുതൽ ആത്മീയ അനുഭവങ്ങളാൽ ദൈവത്തിൻ്റെ ഇടപെടൽ തിരിച്ചറിയാൻ, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ, പരിമിതിയിലും തമ്പുരാൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, എല്ലാറ്റുപരിയായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം കരങ്ങൾ കൂപ്പി ഈ ജീവിത നിയോഗം തിരിച്ചറിയാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കും.